നമ്മളെ കുട്ടികൾ എവിടെ പോയി പഠിച്ചോട്ടെ, ഇന്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസിലായി ആകട്ടെ, അവിടെ നിന്നും അപ്പുറത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായി നമ്മുടെ കുട്ടികൾ മാറണമെന്നതാണ്. അങ്ങനെ ആയി മാറുന്നൊരവസ്ഥ നമ്മൾ കൊണ്ടുവരിക എന്നതാണ്. അങ്ങകലെ നിന്ന് 11 മണിക്കൂർ യാത്രയുള്ള ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ വിളിക്കുമ്പോൾ, പാവം എൻ്റെ ഉമ്മയുണ്ട് ഇപ്പുറത്ത് കേരളക്കരയിൽ മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥലത്ത് എന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല വയനാട് ജില്ലയിലെ ഇന്ന സ്ഥലത്ത് എന്ന് ചിന്തിച്ച് ആ ഉമ്മയോട് എന്നും ഫോൺ വിളിക്കാനുള്ളൊരു ആത്മീയത ഉണ്ടല്ലോ, അതൊക്കെ ആത്മീയപരമായ ഭാവമാണ്. എൻ്റെ ഉമ്മയോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഇരുന്നുകൂടാ എന്ന്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവോടുള്ള ബന്ധം പോലെ മനുഷ്യരോടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള സുന്ദരമായ യാത്രകളാണ്. നമ്മുടെ തലമുറകൾക്ക് ദീനുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണണം. അതവർ എവിടെയായിരുന്നാൽ, നമ്മളെ മകൻ മെഡിക്കൽ കോളേജിലെ ചീഫ് സർജനായി മാറിയാലും ആ സർജറി ചെയ്യുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് അവന്റെ മനസ്സൊന്ന് കൊടുക്കിയിട്ട് ഒന്നിതാക്കിയിട്ട് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന മോനായി നമ്മുടെ കുട്ടികൾ മാറട്ടെ. ആർക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാലോ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പുറത്ത് ശിവരാമേട്ടനാണ് നിൽക്കുന്നത്. ആ ആളുടെ തോളത്ത് ചാരിയിട്ട് ഇങ്ങനെ, സാരട്ട ശിവരാമേട്ട നമുക്കൊക്കെ ശരിയാക്കാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സൗഹൃദത്തിന്റെ ഭാഷയും പറഞ്ഞ് അങ്ങോട്ട് കയറിയിട്ട് ശ്യാം എന്ന് പറയുന്ന ഈ ശിവരാമേട്ടന്റെ മകനെ ചികിത്സിക്കുമ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ചീഫ് ഡോക്ടറായി നമ്മുടെ മക്കൾ മാറട്ടെ. അങ്ങനെ പ്രൊഫഷണലി ഏറ്റവും ടോപ്പിലാകുമ്പോഴും അള്ളാഹുവോടുള്ള ബന്ധം വിച്ഛേദിക്കാത്ത മക്കളായി, തലമുറകളായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് കുടുംബ സംഗമത്തിലെ ആദ്യത്തെ ചർച്ചയാണ്. നിങ്ങൾ കുടുംബ സംഗമത്തിൽ വന്നിട്ട് ഇതൊക്കെ പറയണോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിലും കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് മെല്ലെ ഇതൊക്കെയാണ് കാരണം. വീട്ടിൽ ഉമ്മ എന്ന് നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് കരയുന്നു, നേരെ 18 വയസ്സുള്ള മോന് മാളികപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്ന സുബഹി പോലെ നിസ്കരിക്കാതെ. ഇങ്ങനെയുള്ള അവസ്ഥയാണ് പൊതുവെ വീട്ടിൽ നമ്മൾ കാണുന്നത്. ഉമ്മ നിസ്കാരക്കൊപ്പം അയക്കാറില്ല, പക്ഷേ മോളാകട്ടെ നിസ്കാരക്കൊപ്പായിട്ട് ഇടാറില്ല. നിസ്കാരക്കൊപ്പ നിങ്ങളെക്കുറിച്ച് എന്നും ആളുകൾക്ക് കുറ്റപ്പെടുത്താനേ സമയമുള്ളൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് വല്ലാണ്ട് കുറ്റപ്പെടുത്താറില്ല, നിങ്ങളെ പരമാവധി ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറാണ്. പിന്നെ എപ്പോഴോ ഒരു സമയത്ത് ഞാൻ അടുക്കളയിൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര പണി എന്ന് ചോദിച്ചിട്ടൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അതൊരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ഒരാണിന് ബിരിയാണി വെക്കാൻ ഏൽപ്പിച്ചാൽ 1000 ആളുകൾക്ക് വെക്കാൻ 4 ആണുങ്ങളെ ഉണ്ടാവുള്ളൂ. 4 ആളുകൾക്ക് വെക്കാനെങ്ങാനും ഭാര്യമാരോട് പറഞ്ഞാൽ 1000 ആൾക്ക് വെക്കേണ്ടെന്നൊരവസ്ഥയിലാണ് വല്ല ബേജാറുണ്ടാവുക എന്ന് ഞാൻ അറിയാണ്ടെപ്പോഴോ പറഞ്ഞുപോയി. കാരണം ഈ കല്യാണ വീടുകളിലൊക്കെ പെണ്ണുങ്ങളാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഞായറാഴ്ചത്തെ ബിരിയാണി പിറ്റത്തെ ഞായറാഴ്ച വഴിക്കേണ്ടി വരും എന്നൊക്കെ എന്തോ പറഞ്ഞതാണ്, തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അതാണൊരു വിമർശനാത്മകമായി നിങ്ങളോട് പറയാൻ ഉണ്ടായത്. അതിൻ്റെ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ മാത്രം ജോലി ചെയ്യുന്ന, നമ്മളതിനെ എന്നും എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പ്രവാചക പത്നിമാരാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ജോലി മാത്രം ചെയ്തിരുന്നവരായിരുന്നില്ല. അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യേണ്ടതല്ല, അതിൻ്റെ സമയമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നവരാണ്. മക്കളെ നോക്കാനുണ്ട്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്കെങ്ങാനും നമ്മൾ കൂലി കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ചുരുങ്ങിയത് മാസത്തിൽ 50,000 രൂപയെങ്കിലും വീട്ടിലെ ഓരോ സ്ത്രീകൾക്കും കൊടുക്കേണ്ടി വരുന്നു. അത്ര ഭാരിച്ച പണിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് എന്നോട് ചെറിയ രീതിയിലൊരു അരിശൊന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ആണുങ്ങളുടെ ബിസിനസ്സിൽ പെണ്ണുങ്ങൾക്കും ചെറിയ പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്ന് പറയുന്ന ഒരാളാണ്. കാരണം അടുക്കളയിൽ മാത്രം ജോലി ചെയ്ത് ഒന്നുമില്ലാതെ ജീവിതം എന്തായി എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഒരു ഖാദിമയായി മാറുന്ന സ്ത്രീകൾക്ക് അതിലേക്ക് കണക്കൊന്നും നോക്കാൻ വരുന്നില്ല എങ്കിൽ പോലും സത്യത്തിൽ 1% അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് കൊടുത്താൽ അത് അവർക്കൊരു സന്തോഷമായിരിക്കും എന്നും പറയുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ മാത്രമല്ല പലരും. എന്നിട്ടും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ അച്ചടക്ക രാഹിത്യം ഉണ്ടാകാറുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഒരു പൊതുവെ ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ വുമൺ സൈക്കോളജി എന്ന് പറയുന്നത് വേറെ സൈക്കോളജിയാണ്. സൈക്കോളജി പഠിച്ച ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. വുമൺ സൈക്കോളജി എപ്പോഴും ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ പ്രിയങ്കരിയായ ഒരാളാണ്. അവരുടെ അടുത്തുള്ളവരോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവരുടെ ധാരണ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും കേൾക്കുന്നൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടിയാണ് വിചാരിച്ചാൽ പിന്നെ ആ സദസ്സ് അലങ്കോലമാകും.
പണ്ടൊരു രാജാവ് പറഞ്ഞു, എല്ലാവരും ഓരോ ഗ്ലാസ് പാല് എനിക്ക് കൊണ്ടുവന്ന് ചെമ്പിലൊഴിക്കണം. ചെമ്പിലൊഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ആയിക്കോട്ടെ, രാജാവിൻ്റെ ഒരു ആജ്ഞയല്ലേ, ഞങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഒന്നൊഴിച്ചു. പക്ഷെ ഒരാൾ വിചാരിച്ചു, എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഞാൻ പച്ചവെള്ളം കൊണ്ടുപോയി ഒഴിച്ചാലും ഇപ്പോൾ രാജാവ് അറിയാനൊന്നും പോണില്ല. അതുകൊണ്ട് അയാൾ വിചാരിച്ചു പച്ചവെള്ളം ഒഴിക്കാം, കാരണം അയാൾക്ക് പാല് കിട്ടാനില്ല. ഏതായാലും അദ്ദേഹം വന്ന് പച്ചവെള്ളം ഒഴിച്ചു. അവസാനം ലാസ്റ്റ് എല്ലാവരുടെ മുമ്പെന്ന് രാജാവ് ചെമ്പ് തുറന്നപ്പോൾ പച്ചവെള്ളത്തിൻ്റെ ചെമ്പാണ്. കാരണം എല്ലാവരും ചിന്തിച്ചത് ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചാൽ ആരും അറിയില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ടൊരു സ്ത്രീക്ക് തോന്നിപ്പോകും, ഞാൻ സംസാരിച്ചാൽ അതാരും അറിയില്ലല്ലോ എന്നൊക്കെ. പക്ഷേ അത് ഈ വെള്ളമൊഴിച്ച പോലെ എല്ലാവരും അങ്ങനെ ആയാൽ ഒരു അലങ്കോലവും. കാരണം ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കാൻ, ഇപ്പോൾ മടത്തിപ്പാറ, ഞാൻ ആദ്യം വിചാരിച്ചത് മഠം എന്നതാണ്. പഴയ വരണ്യ രീതിയിലുള്ള ഒരു തറവാട് മഹിമ പറയുന്നതാണ് മഠം. അപ്പോൾ ഞാൻ ഇവിടെ കാരണവരോട് ചോദിച്ചു, പ്രിയപ്പെട്ട മുൻ SI സാറ് ഇബ്രാഹിം സാഹിബിനോട് ചോദിച്ചു, മഠത്തിൽ പാറയാണോ അവിടെ മടത്തിപ്പാറയാണോ? അവർ പറഞ്ഞു മടത്തിപ്പാറ തന്നെയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മടത്തിപ്പാറ കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടാവും. പ്രയാസം ചില്ലറൊന്നുമല്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ കുടുംബസംഗമം സംഘടിപ്പിച്ച ഒരാളാണ്, അതിൻ്റെ ജനറൽ കൺവീനിയർ. അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രയാസമാണ് ഒരു കുടുംബസംഗമം കൂട്ടാൻ. കാരണം നമുക്കറിയാം, ഒരു മകളുടെ വിവാഹം കഴിക്കണമെങ്കിൽ വരെ ഫോൺ വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും വരും. പക്ഷെ കുടുംബസംഗമത്തിൽ ഫോൺ വിളിച്ചാലൊന്നും ആൾക്കാർ എത്തൂല. മട്ടൽമ ചവിട്ടിയ മാതിരിയാണ്. ഒരാളെടുത്ത് പോകുമ്പോൾ പൊന്തിക്കുണ്ടാവും, പിന്നെ അത് പോയിട്ട് താത്തണം, പിന്നെ അവിടെ പൊന്തും, അങ്ങനെയാണ്. പിന്നെ ചില പെണ്ണുങ്ങൾ, നിങ്ങളുണ്ടാവില്ല കേട്ടോ, മടത്തിപ്പാറയിലുണ്ടാവില്ല, അന്ന് രാവിലെ ചോദിക്കും, നിങ്ങൾ പോയാൽ പോരെ, ഞങ്ങൾ മടത്തിപ്പാറ ഒന്നും അല്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കുന്ന ആ പെണ്ണുങ്ങളും ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി സഹിച്ചിട്ടാണ് സത്യത്തിൽ എവിടെ എത്തുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നത്. കാരണം അവർ മരുമക്കളായിരിക്കും, അവർ മടത്തിപ്പാറാവില്ല. അവർ ചിലപ്പോൾ കാരോത്തുപടിയോ വേറെ എന്തെങ്കിലും ഇനീഷ്യലായിരിക്കും. അപ്പോൾ ഏതായിരുന്നാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അല്പസമയത്ത് സംസാരം ഉണ്ടാവുള്ളൂ. അതിൽ കുടുംബത്തിന് വേണ്ടപ്പെട്ട ഒരുപാട് സ്പീച്ചസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരുടെയും വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട യുവാക്കളും കാരണവന്മാരും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ നല്ല ഹാറ്റൊക്കെ, നല്ല രീതിയിൽ നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട്, കാരണം കുടുംബസംഗമത്തിന് സാധാരണ പോകുമ്പോൾ ഇങ്ങനൊന്നും വല്ലാണ്ട് കാണാറില്ല. കുടുംബസംഗമം അങ്ങനെ നടക്കുന്നുണ്ടാവും. ഇത് മടത്തിപ്പാറ കുടുംബസംഗമത്തിൻ്റെ ക്യാപ്പ് ധരിച്ചുകൊണ്ടാണ് എന്താക്കുന്നത് നമ്മളുള്ളത്. ക്യാപ്പും ഹാറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കൂടിയിട്ടുള്ള ഈ ഒരു വല്ലാത്ത പ്രൗഢമായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ ഈ വീഡിയോ നിങ്ങൾ റെക്കോർഡാക്കുന്നുണ്ടാകാം, ലൈവില്ലെന്നാണ് കേട്ടത്. ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് ആളുകളുടെ ത്യാഗങ്ങളുണ്ടാവും. അവരുടെ സമ്പത്തൊക്കെ കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കുന്നത്. അവരെന്നതിൽ പങ്കെടുക്കുന്നില്ല പല ആൾക്കാരും. ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്ന ആൾക്കാരും ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ടിക്കറ്റ് റേറ്റൊക്കെ വളരെ കൂടുതലാണ്. ഇങ്ങോട്ട് വെക്കേഷൻ ആയതുകൊണ്ട് വളരെ കൂടുതലാണ്. ഞാനൊരു 4-5 ദിവസം മുമ്പ് വന്നത് 30,000 രൂപയ്ക്കൊക്കെ മേലെ കൊടുത്തിട്ടാണ്. ഭയങ്കര ചാർജാണ് ഇപ്പോൾ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും, പക്ഷേ അത് വെക്കേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളുടെ കഥ പറയാനുണ്ട് നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ. അതിൽ ഗൾഫുകാർ, പ്രവാസികളായ ആൾക്കാരുണ്ട്. ഈ പ്രായം ചെന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, അവർക്ക് വയ്യാഞ്ഞിട്ടും വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന സമയത്തും നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഒരുപാട് വീടുകളൊക്കെ സന്ദർശിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഇപ്പോഴാ ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കുറേ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളൊക്കെ താഴെ അല്ലെങ്കിൽ മേലെ എവിടെയാണോ ഇതിൻ്റെ ഹാളുള്ളത്, ഭക്ഷണ ഹാള്, അവിടെ കിടന്ന് പായുന്നുണ്ടാവും. അവരുടെ ത്യാഗം നമ്മളാരും അറിയുന്നില്ല. അവരൊരു പക്ഷേ ഈ പ്രസംഗം തന്നെ കേൾക്കുന്നില്ല, ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്നേ അറിയുന്നില്ല. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ത്യാഗത്തോട് കൂടിയിട്ട് ഓടി നടക്കുകയാണ് അവിടെ. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ. പിന്നെ നിങ്ങൾ ഈ ദിവസം തിരഞ്ഞെടുത്ത് എനിക്ക് തോന്നുന്നത് ഈ വാവുമായി ബന്ധപ്പെട്ടുള്ള ദിവസമായിരിക്കും. സ്കൂളൊക്കെ ഒഴിവുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് കളിച്ചുല്ലസിക്കേണ്ടുന്ന ദിവസം നിങ്ങളിവിടെ അച്ചടക്കത്തോടു കൂടി കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അവരുടെ ത്യാഗം അത് വേറെയുണ്ട്. അവരിന്ന് കുളത്തിൽ പോകേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സ്നേഹത്തോടെ കുടുംബത്തിന് വേണ്ടി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോട് എന്തിനാണ് നമ്മളൊരു കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്?
അവിടെ ആദരവ് നടന്നിട്ടുണ്ടാവും. ഇവിടെ പരസ്പര ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതേമാതിരി തന്നെ ഫസ്റ്റ് എയ്ഡ് ഡെമോൺസ്ട്രേഷൻ, അത് വളരെ വേണ്ടപ്പെട്ട ഒന്നാണ്. പെട്ടെന്നൊരാൾക്ക് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ വിശദീകരണങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വലിയ കാര്യത്തിലേക്ക് എത്തും. നാൾ വളരെ രസകരമായൊരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ഈ മനുഷ്യന്മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മൃഗങ്ങൾക്കും ചെയ്യാന്നുള്ളത്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു മാന് വെള്ളത്തിൽ മുങ്ങിയിട്ട് ആ മാനിനെടുത്തിട്ടൊരു മനുഷ്യൻ ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്തു കൊടുക്കുന്ന രസകരമായൊരു വീഡിയോ വന്നിരുന്നു. അപ്പം മൃഗങ്ങൾക്ക് പോലും ചെയ്തു കൊടുക്കാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ സെഷനൊക്കെ വരാനിരിക്കുന്നു. ഇപ്പോൾ കുടുംബസംഗമത്തിൽ ഇതിൽ വ്യത്യസ്തമായ സംഘടനക്കാരായിരിക്കും, വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരായിരിക്കും, വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും. അവരെല്ലാവരുമാണ് ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യാത്മകതയുടെ ഒരു ചിന്തും ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. നമ്മൾ കുടുംബത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കാം. വ്യത്യസ്ത സംഘടനക്കാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ നിങ്ങളുടെ വീഡിയോയിലൂടെ ഉറക്കെ പറയുന്നു, ഞാൻ ഒരു സംഘടനയുമായിട്ടും ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ബന്ധം നിലനിർത്തുന്നു. ഒരു സംഘടനയിലും മെമ്പറല്ല, ഒരു സംഘടനയിലും എക്സിക്യൂട്ടീവ് മെമ്പറോ സാധാരണ മെമ്പറോ ലീഡറോ ഒന്നുമല്ല. ഞാൻ സ്വതന്ത്രമായി വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സംഘടനാപരമായ സങ്കുചിതത്വങ്ങളെ നമ്മുടെ കുടുംബ സംഗമത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംഘടനയുമായി മുന്നോട്ട് പോകാം. അവരവരുടെ ബോധ്യങ്ങളാണ് അവരവരുടെ സംഘടന. ഒരാളിപ്പോൾ ഇന്നയിലാണെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടത് അതാണ്, മറ്റൊരാൾ അപ്പുറത്താണെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടത് അതാണ്. വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ കോൺഗ്രസ്, ലീഗ്, മാർക്സിസ്റ്റ്, അങ്ങനെ വ്യത്യസ്തമായ ചിന്താധാരകളുള്ള ആൾക്കാരുണ്ട്. അതൊന്നും ഇങ്ങോട്ട് വലിച്ചടച്ച് കൊണ്ടുവരരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കുടുംബം ഒരു റൂഫിൻ്റെ താഴെ ഒന്നിച്ചിരിക്കാൻ, അതിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരെല്ലാവരും ഉണ്ടാകും. ആ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള നെഞ്ചൂക്ക്, അതിൻ്റെ ഒരു ചിന്താധാര നമുക്കെല്ലാവർക്കും ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ മനസ്സ് തുറന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ഇരിക്കുന്ന, ഒരു പക്ഷേ ഇവിടെ സംസാരിക്കുന്നവരെക്കാളൊക്കെ നന്നായിട്ട് ഇടപെടുന്ന സംസാരിക്കുന്ന സംഘാടനമുള്ള ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ടാവും. കുടുംബത്തിൽ നിന്ന് കാരണന്മാരെ എവിടെ ഇരിക്കൂ? കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. നന്നായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാരുണ്ടാകും. കുടുംബത്തെ മാനിച്ചുകൊണ്ട് ഇന്ന് അവർ താഴെ ഇരിക്കുകയാണ്. സത്യത്തിൽ അവരൊക്കെ ഇന്ന് ഇവിടെ കയറിയിരിക്കേണ്ടവരാണ്. ഇന്ന് കാരണവന്മാരിരിക്കട്ടെ, അതാണ് നമ്മൾ കുടുംബത്തിൽ. കാരണം പഴമക്കാർക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഇന്ന് പഴമക്കാർക്ക് ആർക്കും കണ്ടുകൂടാ. സത്യത്തിൽ പഴയതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഇന്ന് ലേറ്റസ്റ്റ് ഇറങ്ങിയ ബെൻസിനേക്കാൾ ഒരു പക്ഷേ വിലയുണ്ടാവുക ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ബെൻസിനായിരിക്കും. അങ്ങനെയാണല്ലോ. ഇന്ന് നമ്മൾ ധരിക്കുന്ന റാഡോയേക്കാൾ വേറെ ആരോ ധരിച്ച് വർഷങ്ങൾക്ക് മുമ്പേ മാറ്റിവെച്ചതിന് കൂടുതൽ എന്തുണ്ടാവും? പ്രാധാന്യം ഉണ്ടാവും. ഇന്നത്തെ ജേഴ്സിയേക്കാൾ ഒരു പക്ഷേ മറഡോണ ധരിച്ചിട്ടുള്ള ഏതോ വർഷങ്ങൾക്ക് മുമ്പ് 1986 ലോകകപ്പ് കളിക്കുന്ന സമയത്തിട്ട് ജേഴ്സിക്ക് ഇതിലേറെ വാല്യൂ ഉണ്ടാവും. അപ്പം പഴമയുടെ ചിന്താഗതി എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ളതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലിത് ഇങ്ങനൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ നമ്മൾ ട്രിനിറ്റി കോളേജ് കാണാൻ വേണ്ടി പോയി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പഴയ ക്യാമ്പസാണ് ട്രിനിറ്റി. കാംബ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. കാംബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന കോളേജാണ്. അവിടെയാണ് സർ ഐസക് ന്യൂട്ടൻ അടക്കം പഠിച്ചിട്ടുള്ളത്. നെഹ്റു അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ലാമ ഇക്ബാൽ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ട്രിനിറ്റിയിലാണ് ഇവരൊക്കെ പഠിച്ചത്. അപ്പം അതേ ട്രിനിറ്റി എന്ന് പറയുന്ന ആ കോളേജ് 150 കൊല്ലം മുമ്പാണ് പെയിൻ്റ് അടിച്ചത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഗൈഡ് എന്നോട് പറഞ്ഞതാണ് 150 വർഷം മുമ്പാണ് അതിന് പെയിൻ്റ് അടിച്ചത്. ആ പെയിൻ്റ് അടിയെ സ്ട്രാറ്റജിക്കൽ ബ്ലണ്ടർ എന്നാണ് അവർ വിളിക്കുക. ആ പെയിൻറ്റിങ് ഇല്ലായിരുന്നുവെങ്കിൽ 350 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു. കാരണം 200 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തായി, അല്ലെങ്കിൽ 150 മറ്റോ കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പെയിൻ്റ് അടിച്ചു. അതോട് കൂടിയിട്ട് അത് പുതിയതായി എന്നതാണ് അവരുടെ കോൺസെപ്റ്റ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ പോയ ആൾക്കാർ ധാരാളം ഈ കൂട്ടത്തിലുണ്ടാകും, പഠിച്ചവരൊക്കെ ഉണ്ടാവും. അവിടെ 2 ജനൽക്കള്ളി 3 ആക്കാൻ പറ്റില്ല നമുക്ക്. ലണ്ടൻ സിറ്റിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്, സ്വന്തം വീടാണ്, നമുക്കിഷ്ടമുള്ളത് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ വിചാരിക്കുകയാണ് 2 കള്ളി ജനവാതിലാണ്, അങ്ങനെ അത് 3 കള്ളിയാക്കണം, 3 ആക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം പഴമ നിലനിർത്താൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പഴയതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. പഴയ ആളുകൾക്ക് കൂടുതൽ എന്തുണ്ട്? വിലയുണ്ട്. അതുകൊണ്ട് നമ്മളിൽ പ്രായം കൂടിയ ആൾക്കാർക്ക് നമ്മൾ ആ ഒരു പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ കുടുംബ സംവിധാനം വരുന്നത് പഴമയിൽ നിന്നാണ്, പഴയവരെ ആദരിച്ചുകൊണ്ടാണ്.
ഇവരേക്കാൾ വാല്യൂ ഉണ്ട് മരിച്ചുപോയവർക്ക്, അതിനേക്കാൾ വാല്യൂ ഉണ്ട് അതിനു മുമ്പേ മരിച്ചുപോയവർക്ക്. കാരണം അവരുടെ അത്ര ത്യാഗങ്ങളൊന്നും നമ്മൾ സഹിച്ചിട്ടുണ്ടാകില്ല. അവർ പട്ടിണി കിടന്നിട്ടാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇവരോടും കഥ ചോദിച്ചാൽ പണ്ട് ലാഞ്ചിക്ക് പോയ കഥയ്ക്ക് ഇവർ പറഞ്ഞുതരും. 1970 ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. ലാഞ്ചിക്ക് കയറിപ്പോയത്, പട്ടിണി കിടന്നത്, കോർഫുക്കാനിലെത്തിയത്, കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജോലിയുമില്ലാതെ അലഞ്ഞത്, അവിടെ പോയിട്ട് പാസ്പോർട്ട് ഉണ്ടാക്കിയത്, അന്ന് ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ രൂപയായിരുന്നു ചെലവഴിച്ചിരുന്നത് എന്നത് കുറേ കഥകളൊക്കെ അവർ പറഞ്ഞു തരും. വീണ്ടും അതൊക്കെ തിരിച്ചു വരാൻ പോവാണ്. ഇന്ത്യയുടെ ട്രാൻസാക്ഷൻ UAE വരാൻ പോവാണ്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ഇന്ത്യയുടെ രൂപ മതി ഇനി UAE എന്നുള്ള ലെവലിലേക്കൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ഇനി അവിടെ നിന്ന് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയിലൊക്കെ വരിക. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലഘട്ടത്തെ ഉണർത്തുപാട്ടായി ഉയർത്താൻ കൂടിയിട്ടാണ് നമ്മുടെ ഈ സംഗമമുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൈക്കോളജിയിൽ സാധാരണ സൈക്കോളജി പഠിച്ചവർക്കറിയാം, ധാരാളം സന്തോഷങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. മെഡിക്കൽ സയൻസിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ ഡോപ്പോമിൻ ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ രസകരമായിട്ടുള്ള ഒരുപാട് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നതുണ്ട്. ഓക്സിറ്റോസിൻ എപ്പോഴും ഇങ്ങനെ ആളുകളായിട്ടുള്ള പരസ്പര ബന്ധത്തിൽ നമുക്ക് കിട്ടുന്നതാണ്, വേറൊന്നിൽ നിന്ന് കിട്ടൂല. ഇവിടെ വന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതുവരെ ആരോടും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓക്സിറ്റോസിൻ കിട്ടാനുള്ള യാതൊരു നിവൃത്തിയില്ല. ഓക്സിറ്റോസിൻ മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് റേഞ്ചാണ്. അത് ആളുകളോടൊപ്പം സഞ്ചരിക്കണം, ആളുകളുടെ കൂട്ടത്തിലിരിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കണം. അതിനെ പഠിച്ച് ഞാൻ അറിയുന്ന ഒരു പയ്യന് പീഡികക്കൊലായിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുന്ന വയസ്സന്മാരെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് വലിയ നെഗറ്റീവുകളാണ്, അല്ലേ? പീഡികക്കൊലായും ഇരുന്നിട്ട് ഇങ്ങനെ ഇപ്പോഴും വർത്താനം പറഞ്ഞിരിക്കുന്ന 4-5 സുഹൃത്തുക്കളുണ്ടാവും. അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് തെറ്റായ ധാരണയാണ്. അവർ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്നിട്ട് ഈബത്ത് നമീമത്തൊക്കെ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. അവർക്ക് ആയുസ് കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഫ്രണ്ട്സും യാത്രകളും കാര്യങ്ങളും ഉള്ളവർക്ക് സന്തോഷത്തിൻ്റെ ആധിക്യം കൂടും. നേരെ മറിച്ചിട്ട് പ്രായം ചെന്നിട്ട് വീട്ടിൽ മാത്രം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആവലാതിപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, ഒട്ടുമിക്ക അറ്റാക്കുകളും സൈക്കോസൊമാറ്റിക്കായിട്ട് വരുന്നു. നമ്മുടെ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് അറ്റാക്ക് കൂടുന്നത്, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് കുറയുന്നത് എന്നൊക്കെ പഠനങ്ങളുണ്ട്. അപ്പോൾ ഈ ആണുങ്ങൾക്ക് അറ്റാക്ക് കൂടാനുള്ള കാരണം അവരിങ്ങനെ ആരോടും പറയാതെ സപ്രസ് ചെയ്ത് അവരുടെ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കിയിട്ട് കഴിയുന്നത് കൊണ്ട് അത് പെട്ടെന്ന് എന്താകുന്നു, ഒരു വലിയ ഒരു ബ്ലാസ്റ്റിംഗ് പോലെ പൊട്ടിത്തെറിക്കുന്നു നമ്മുടെ ഹൃദയം എന്നതാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. പെണ്ണുങ്ങളായ ആളുകൾ അത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞും കുറേ തലയിണയിൽ കിടന്ന് കരഞ്ഞും അതൊക്കെ തീർക്കുന്നത് കൊണ്ട് അവർക്കിത് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൂടൽ നമുക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. അല്ലാതെ ഇവിടെ മഠത്തിൽ പാറ എന്ന് പറയുന്ന നമ്മുടെ കാരണവന്മാർ കുറച്ച് ആളുകളെ കൂട്ടുന്നു, അല്ലെങ്കിൽ യുവാക്കളെ കൂട്ടുന്നു, ഏതായാലും പോയി കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ പോയി കൊടുക്കുന്നു, അതല്ല. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് അത് നമുക്ക് നിർബന്ധമാണ്. എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, നമുക്കതൊക്കെ കീഴടക്കാനുള്ള ഒരു വെമ്പലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇസ്ലാമികപരമായി നമുക്കൊരുപാട് മാനദണ്ഡങ്ങളുണ്ടെങ്കിലും ചില ശാസ്ത്രവശങ്ങളെക്കുറിച്ച് പറയുകയാണ് ആയുസ്സുമായി ബന്ധപ്പെട്ടത്. അതാകാം ആകാതിരിക്കാം. ഉദാഹരണത്തിന് നല്ല ചിട്ടയോട് കൂടിയിട്ട് ജീവിതം നയിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള കുറേ ആളുകൾ, നിങ്ങൾക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് PK വാര്യർ സാർ, അഥവാ നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലുണ്ടായ PK വാര്യർ സാർ. വാര്യർ സാർ 100 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിട്ടയുള്ള ജീവിതം ഉണ്ടായിരുന്നു, ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ കോളേജിലെ ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹം UK നിന്ന് വന്നിട്ടുള്ള ആൻഡി ഇംസിനെ പോലെയുള്ള 2 പ്രൊഫസർമാരുണ്ട്. അങ്ങനെ ഈ വാര്യർ സാറിന് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇളനീര് കൊടുത്തപ്പോൾ, സാധാരണ ഇളനീര്, വാര്യർ സാർ ഇളനീര് കഴിക്കുന്നത് താഴത്തിട്ട ഇളനീരല്ല എന്നാരോ പറഞ്ഞു കിട്ടും. കാരണം താഴത്തിടുമ്പോൾ അത് കുലുങ്ങിക്കഴിഞ്ഞാൽ എന്തോ രാസവ്യത്യാസം വരുമെന്നാണ് അത്രേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് കടിച്ചിറക്കലാണ് അദ്ദേഹത്തിന് എന്നും കഴിക്കാനുള്ള ഇളനീര്, കടിച്ചിറക്കലാണ്. അങ്ങനെ ഞങ്ങൾ കടിച്ചിറക്കിയിട്ട് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഞാനാ കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കടിച്ചിറക്കിയിട്ട് ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാനിപ്പോൾ ഇളനീര് കഴിക്കുന്ന സമയമല്ല എന്നാണ്. ചിട്ടയായ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. എന്തൊക്കെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും, രാഷ്ട്രീയപരമായി നമുക്ക് ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും, ഇന്നലെ നമ്മളോട് വിട്ടുപിരിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ സാറ് 102-ാമത്തെ വയസ്സിൽ 1923 ജനിക്കുന്നു,
2025 മരിക്കുന്നു. അഥവാ 102 വയസ്സായി എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. രാവിലെയും നടക്കും, വൈകുന്നേരവും നടക്കും. അതോടൊപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ ഏത് ഫുഡാണ് കഴിക്കേണ്ടത് എന്ന് കൃത്യമായ കലോറി എണ്ണിയിട്ടുള്ള പരിപാടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ അതിൽ PhD കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അവർ പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പത്രങ്ങളിൽ വരുന്നു. ചിട്ടയായ ജീവിതത്തിന് അതിൻ്റെതായ ചില ഭാഗധേയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗൗരിയമ്മ 103-ാമത്തെ വയസ്സിലാണ്. ഗൗരിയമ്മയുടെ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കി. ഞാൻ ഇന്നലെയും കണ്ടു. കാരണം ഇവരുടെ ജീവിതത്തെക്കുറിച്ചിട്ടൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്, ഞാൻ ഡെയിലി 14 മണിക്കൂർ ഉറങ്ങുന്ന, പ്രായം ചെന്ന സമയത്ത് 14 മണിക്കൂർ ഉറങ്ങും. കാരണം പ്രായം ചെല്ലുന്നിടത്തോളം ഉറക്കം കൂട്ടണമെന്നാണ്. അപ്പോൾ 14 മണിക്കൂർ ഉറങ്ങി എന്താ ചെയ്യുക? അവർക്കൊക്കെ അല്ലേ ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആദ്യം അവർ 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് പാർട്ടിക്കാരനൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മനുഷ്യന്മാരുടെ ജീവിതം പറയുമ്പോൾ ഞാൻ അയാൾ ആ പാർട്ടിയായിട്ടാണെന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കണ്ട. കേരളക്കരയിലെ പോലീസിൻ്റെ ലാത്തിക്കെങ്ങാനും ഗർഭം ധരിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നെങ്കിൽ ഈ ഗൗരി ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ ലാത്തിയിലൂടെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി കൂടിയാണ്, ഒരു സ്ത്രീ കൂടിയാണ് അവർ. അത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ടും ചിട്ടയായ ജീവിതത്തിലേക്ക് പോയി. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ആദ്യം അവർ ചിട്ടപ്പെടുത്തലാണ്. ഞാൻ പറയുന്നത്, അവർ ആരോഗ്യപരമായി ചിട്ടപ്പെടുത്തിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായൊരു ചിട്ട വേണം. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഉപദേശിക്കാമല്ലോ കേട്ടോ, ഞാൻ എൻ്റെ വീടിനെയും കൂടി കണ്ടിട്ട് നിങ്ങളോട് പറയാം. നമ്മുടെ കുട്ടികൾ സ്കൂളുള്ള ദിവസം ഉണരുന്നത് വേറൊരു സമയം, ഇന്നത്തെ ദിവസം ഉണരുന്നത് വേറൊരു സമയം. രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് 5 മണിയാണ് ഇവർക്ക്. 10 മണി വരെ കിടന്നുറങ്ങുന്ന പെൺകുട്ടികൾ. അതിലെന്ത് അലൈൻമെൻ്റാണ് തെറ്റിപ്പോകുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ കുട്ടികൾ ഓൺലൈനിൽ. ഞാനൊക്കെ ചിലപ്പോഴൊക്കെ മക്കൾ ഓൺലൈനിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന പരിപാടി അവരെ വാട്സപ്പൊക്കെ ഇതിക്കൊക്കെ ഒന്ന് കയറി വെക്കലാണ്. ആ സമയത്ത് അവർ ലൈവാണോ എന്നറിയാൻ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകി വരുമ്പോൾ. അപ്പം ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ഒരു റുട്ടീനാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റുട്ടീൻ. ഇന്ന് ഇവിടെ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്ന് സ്വന്തം നെഞ്ചിനോട് ചോദിക്കുക. രാവിലെ അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്തിട്ട്, ഒരു ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് എങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എത്ര പേര് എത്തി എന്നുള്ളത് നിങ്ങളോടൊന്ന് ചോദിക്കുക സ്വയം. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ നാളെ കുറേ ഉസ്താദുമാർക്ക്, കേരളത്തിലെ ഒരുപാട് മദ്രസകളുടെ കൂട്ടായ്മയായ ഒന്നിനെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സഹാബാക്കൾ ഇതിനൊക്കെ റിസർച്ച് ഉണ്ട്. ഒരു വാഫിദിൻ്റെ പേരിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. സഹാബാക്കൾ ഒട്ടുമിക്ക ആൾക്കാർ അഭ്യാസികളായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നടന്നിരുന്നല്ലോ, നമുക്ക് ഉറപ്പല്ലേ? ഈ വാൾപ്പയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാതെ നടത്താൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. അന്ന് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്നവരാണ്. അവരവരുടേതായ രീതിയിൽ എക്സസൈസ് ചെയ്തിരുന്നവരാണ്. അപ്പം നമ്മൾ വിചാരിക്കും, എന്ത്, നമ്മളിപ്പോൾ ഈ സ്ട്രെസ്സോട് കൂടിയിട്ട് നടക്കാൻ പോയാൽ പോലും, ഞാൻ പറയുന്നത് റുട്ടീൻ്റെ ഭാഗമാണ്, സ്ട്രെസ്സോട് കൂടിയിട്ട് നടക്കാൻ പോയാൽ പോലും ചിലപ്പോൾ ആ നടത്തത്തിൽ നമ്മൾ കുഴഞ്ഞുകൊണ്ട് മരിക്കും. കാരണം എക്സസൈസ് ചെയ്യുന്നത് സ്ട്രെസ്സോട് കൂടിയിട്ടല്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് നമുക്കിങ്ങനെ ഒരു പ്രയാസത്തോട് കൂടിയിട്ട് എക്സസൈസിൽ ഇടപെടുക, അത് നല്ലതല്ല എന്നാണ്. നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ ആരോഗ്യപരമായ ഒരു റുട്ടീൻ നമുക്ക് വേണം. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആത്മീയപരമായ ഒരു റുട്ടീൻ നമുക്ക് വേണം. ഇന്നലെ എൻ്റെ വൈഫ്, ഞാനങ്ങനെ പറയുമ്പോൾ ഒന്ന് വിചാരിക്കരുത്, എൻ്റെ ഹാദി എന്ന് പറഞ്ഞ മോനോട് ഗീതാവാക്ക ഓതിയ, ഇതാവക്കത്തുൽ വാക്യ ഓതിയ, പിന്നെ റഹ്മാൻ ഓതിയ, യാസീൻ ഓതിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു, എല്ലാം കൂടി ഒന്നും ഓതണം. പക്ഷേ ഞങ്ങൾ അമ്മമാർ ഇതൊക്കെ പോകാതെ ഓതിപ്പിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഓത്തൊക്കെ കുറച്ച് കുറഞ്ഞു പോയത്. എല്ലാം കൂടി നമ്മൾ ഓതിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞു, സൂറത്ത് യാസീൻ ഒരു ദിവസം ഓതുകയാണെങ്കിൽ സൂറത്ത് യാസീനും മുൽക്കും മാത്രം. ഇതാവക്കായത്തി റഹ്മാൻ ഓതുകയാണെങ്കിൽ അത് മാത്രം. അല്ലാതെ എല്ലാം കൂടി വേണം നമ്മൾ എന്താക്കരുത്, ശട്യം പിടിക്കുക. കുട്ടികൾക്ക് കുറച്ച് ആയാസം കൊടുക്കണം. കാരണം ഇന്നത്തെ കുട്ടികളാണ്, അവർ കുറച്ചെങ്കിലും ഓതുന്നത് വലിയൊരു കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു ഖുർആന്റെ പാരായണമുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തണം. കാരണം അത് കുട്ടികളിൽ ഒരു റുട്ടീനായി വരണം. റുട്ടീനുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റുട്ടീനല്ല എങ്കിൽ എന്താവും, ഇങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ നടക്കും. ചില സമയത്ത് അതുണ്ടാവും, ചില സമയത്ത് ഇതുണ്ടാവില്ല. എപ്പോഴും വീട്ടിലുണ്ടാക്കേണ്ടത് റുട്ടീനാണ്. ആ റുട്ടീൻ്റെ ഭാഗമാണ് എപ്പോൾ നമ്മൾ നാസ്ത കഴിക്കണമെന്നത്. ആ റുട്ടീൻ്റെ ഭാഗമാണ് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഇറച്ചി കഴിക്കണമെന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കും ദേഷ്യം തോന്നുന്നത്. നമ്മൾ കാലറി എണ്ണിയിട്ടല്ല, നമ്മൾ പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നുമല്ല ഭക്ഷണം കഴിക്കുക. നമ്മൾ ടേസ്റ്റി ഫുഡിൻ്റെ ആൾക്കാരാണ്, ഹെൽത്തി ഫുഡിൻ്റെ ആളുകളല്ല. ടേസ്റ്റി ഫുഡ് വേറെയാണ്, ഹെൽത്തി ഫുഡ് വേറെയാണ്.
ടേസ്റ്റ് ആക്കിക്കോളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹസൈനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം UK-യിലെ ക്രിയേറ്റീവ് ഷെഫാണ്. ഒരുപാട് ലക്ഷങ്ങൾ സാലറിയാണ്. ക്രിയേറ്റീവ് ഷെഫ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക രസകരമായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പെഡഗോഗി, എന്താണ്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യല്, നമുക്കിതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പം എന്നോട് പറഞ്ഞത് ഏത് ഫുഡ് ഉണ്ടാക്കാം, പക്ഷെ ഹെൽത്തി കോമ്പിനേഷൻ ആണെന്ന് ഉറപ്പ് വരുത്തണം എന്നാണ്. അത് അവിടുത്തെ ഒരു മെനു ആണ്. അവിടുത്തെ മെനുവിൽ പെട്ടതാണ് ഹെൽത്തി കോമ്പിനേഷൻ. അപ്പോൾ ചിലപ്പോൾ ഇറച്ചി മീനും കൂടി പറ്റാത്തതുണ്ടാകും, ചിലപ്പോൾ തൈരും മീനും കൂടി പറ്റാത്തതുണ്ടാവും. ഒരു ഉദാഹരണം പറയാണ്, അങ്ങനെ തന്നെ ആണോ എന്ന് ഉറപ്പിച്ച് പറയല്ല. ഇങ്ങനെ ചിലപ്പോൾ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്തതുണ്ടാവും. നമ്മളൊരു മുട്ടമാല ഉണ്ടാക്കുകയാണെങ്കിൽ 10 മുട്ട ഇട്ടിട്ട് ഒരു മുട്ടമാല ഉണ്ടാക്കുക, എന്നിട്ട് ആ മുട്ടമാല ഒരാളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. 10 കോഴിമുട്ട എന്ന് പറഞ്ഞാൽ എത്ര കാലറിയായി. ടേസ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലാതെ ഹെൽത്ത് ഉണ്ടാക്കാനല്ല. അപ്പം നമ്മളെ റുട്ടീൻ്റെ ഭാഗമാണ് ഹെൽത്തും കൂടി കെയർ ചെയ്യുക എന്ന്. ഇതൊക്കെ ആയിട്ടും അള്ളാന്റെ തീരുമാനം എന്ത്, അത് അള്ളാഹു നടപ്പിലാക്കട്ടെ, അത് നമുക്ക് അവന് വിട്ടുകൊടുക്കാം. ഇതെല്ലാം ശ്രദ്ധിച്ചതിൻ്റെ പേരിൽ നമുക്കൊന്നും വരില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം ഇതുകൊണ്ടാണ് ഞാൻ നല്ല ഉഷാറായി ജീവിച്ചു പോകുന്നത് എന്ന്. കാരണം നമുക്കറിയാം, JDT അസ്സനാജി എപ്പോൾ സംസാരിക്കുമ്പോഴും റോഡ് നടന്ന് മുറിച്ച് കടക്കേണ്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കി. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന ശ്രദ്ധ, വലത്തോട്ട് നോക്കണം, അടുത്തോട്ട്. വിദ്യാർത്ഥികളോട് എപ്പോഴും ഇതാ പറയാം, JDT-യിലെ വിദ്യാർത്ഥികളോട് ഇനി പുറത്തു പോയി സംസാരിച്ചാലും. അദ്ദേഹം മരിച്ചത് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വാഹനം ഇടിച്ചിട്ടാണ്. അതുകൊണ്ട് വാഹനം നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് മരണമില്ല എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകരുത്. കാരണം ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ചില ഹാർട്ട് അറ്റാക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് അറ്റാക്ക് വരുന്നത് ആ റൂമിൽ വെച്ചിട്ടാണ്. അപ്പം ഇതൊന്നും കഴിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ നടക്കില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പം എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ ഇക്ബാൽ സാർ, അദ്ദേഹം RCC-യിലെ ചീഫ് ഡോക്ടറായിരുന്നു. RCC റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സ്, ആ ഡോക്ടേഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളായിരുന്നു. ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ 5 ഡയറക്ടേഴ്സിൽ ഒരാൾ. തലശ്ശേരിയിൽ ക്യാൻസർ സെൻ്റർ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെയാണ് മെയിൻ ഡയറക്ടറായിട്ട് അങ്ങോട്ട് ഇട്ടത്. ഡോക്ടർ ഇക്ബാൽ സാർ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ കാര്യങ്ങളൊക്കെ ഒരു ഹജ്ജിൻ്റെ വേളയിലേക്ക് ഒന്നിച്ചുണ്ടായതുകൊണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിക്കും. പക്ഷേ അദ്ദേഹം ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. ഡോക്ടർ ഇക്ബാൽ സാറ് RCC-യിലെ ചീഫ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പം അത് വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിലെ റൂട്ടീൻ്റെ ഏറ്റവും ആദ്യത്തെ റൂട്ടീൻ ഏതാണെന്നറിയോ? കുടുംബത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ പരിഗണിക്കേണ്ടുന്നത്, ഈ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് അറിയാതെ മെല്ലെ മെല്ലെ ദീന് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദീന് അറിയാതെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞോളെ, ഞാൻ നിങ്ങൾ ഉപദേശിക്കാൻ വരില്ല, ഞാനൊരു വായന പരിപാടിക്ക് നിൽക്കുന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണ്ടേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? അങ്ങനെയാണ്. അഹമ്മദ് ദീദാത്തിനോട് ഒരു എത്തീസ്റ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ തീസ്റ്റാണ്, അവർ എത്തീസ്റ്റാണ്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസി, എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിശ്വാസി. അപ്പൊ ശരിക്കും നമ്മൾ തീസ്റ്റാണ്. അപ്പൊ ഒരു തീസ്റ്റിനോട് എത്തീസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം അവിടെ പോയാൽ ഇല്ലെങ്കിൽ എന്താകും? അവിടെ പോയാൽ അവിടെ ദൈവം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ദീദാത്ത് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, പോസിബിലിറ്റീസ് ആർ ദേർ. സാധ്യതയുണ്ടല്ലോ, ഏത് ലോജിക്കിലും ഒരു സാധ്യത ബാക്കി കിടപ്പുണ്ട്. ശാസ്ത്രശാഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്തലാണ്, ഒന്നും പുതുതായി ഉണ്ടാക്കലല്ല. ശാസ്ത്രം കണ്ടെത്തി എന്നാ പറയാ. നിലവിലുള്ള സാധനത്തിനെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്തു പറയുക, കണ്ടെത്തുക എന്ന് പറയുക, അല്ലാതെ പുതിയ ഒന്നും ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ഒരു പുതിയ ഗ്രഹം കണ്ടെത്തി, ആ ഗ്രഹം അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. പ്ലൂട്ടോയെ ഈ ഭ്രമണമണ്ഡലത്തിൽ നിന്ന് ശാസ്ത്രം ഒരിക്കൽ പുറത്താക്കിയിരുന്നു Y2K വന്നപ്പോൾ. കാരണം അവരുടെ മൈക്രോസ്കോപ്പുകളും സ്റ്റെതസ്കോപ്പുകളും ഒക്കെ അവരുടെ ടെലിസ്കോപ്പുകളൊക്കെ വളരെ വികസിതമായപ്പോൾ അവർ കണ്ടത് പ്ലൂട്ടോ ഈ ഭ്രമണമണ്ഡലത്തിലല്ല എന്നതാണ്. അപ്പോൾ അവർ മെല്ലെ പുറത്താക്കി, പ്ലൂട്ടോയെ ഞങ്ങൾ പുറത്താക്കിയത്. പ്ലൂട്ടോ അതിന് മുമ്പ് അങ്ങനെ തന്നെ പോണത്, ഇപ്പോഴും അങ്ങനെ തന്നെ പോകണം, ഇനി കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ പോവാം. എല്ലാം അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നു, സൂര്യനും ചന്ദ്രാദികളും നക്ഷത്രങ്ങളും എന്ന് സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് അതിനെ കണ്ടെത്തുന്നു ശാസ്ത്രം. എപ്പോഴും പെർഫെക്ഷൻ ആകുന്നില്ല, പിന്നെയും കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. കണ്ടെത്തി അവസാനം ഇതെല്ലാം അവസാനിക്കുന്നത് കണ്ടെത്തട്ടെ. നമ്മൾ ശാസ്ത്രത്തിനെതിരൊന്നുമല്ല, പക്ഷെ അത് കണ്ടെത്തലാണ്. പുതിയ ഒന്നിനെ ഉണ്ടാക്കലല്ല, പുതിയ ഒന്ന് ഉണ്ടാകുന്നുമില്ല, പക്ഷെ കണ്ടെത്തുകയാണ്.
അങ്ങനെ ഓരോ കണ്ടെത്തലുകളും നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വിശ്വാസങ്ങൾ കൂടിയേ വരണം. ആ വിശ്വാസം ഇന്ന് മെല്ലെ മെല്ലെ പടിയിറങ്ങാൻ. ഇന്ന് അറിവുള്ളവർ കൂടുതലാണ്, പക്ഷേ അദബുള്ളവർ കുറവാണ്. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദയാണ്. സംസാരിക്കുമ്പോൾ മര്യാദ. രണ്ട് സംഘടനക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുലമ്പി വർത്തമാനം പറയാം. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്ന് വളരെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ സംഘടനയിൽ നിന്ന് പോയപ്പോഴേക്ക്. അത് അറിവില്ലായ്മയല്ല, അത് സത്യത്തിൽ അദബില്ലായ്മയാണ്. ഞാൻ വിവാദം പറയില്ല കേട്ടോ. നമുക്ക് വേണ്ടത് മര്യാദയാണ്. അഥവാ നമ്മുടെ പാർട്ടിയിൽ നിന്ന്, ഇപ്പം മുസ്ലിം ലീഗ്, എൻ്റെ പാർട്ടി അങ്ങനെ ചുറ്റൊന്നുമില്ല കേട്ടോ, എന്നോട് ചാരി നിൽക്കുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾ മാർക്സിസ്റ്റിലേക്ക് പോയി ഉദാഹരണത്തിന്, അവിടെയും നമ്മൾ മര്യാദ കാണിക്കണം. നിങ്ങൾ ബഷീർക്ക നിങ്ങളുടെ ബന്ധുവാണല്ലോ കെട്ടുപാടിലൂടെ, അതുകൊണ്ട് ഞാൻ മൂപ്പരെ പറ്റി ഒരു വർത്തമാനം പറഞ്ഞോട്ടെ. അഫറോട് ഇരിക്കുന്നുണ്ടല്ലോ മുന്നിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ ഞാൻ കണ്ടത്, എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരു മനുഷ്യനാണ്. എൻ്റെ ഉപ്പയേക്കാൾ വയസ്സുണ്ട്, എൻ്റെ പിതാവിനേക്കാൾ വയസ്സുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ പിതാവ് ഒരു ഏകദേശം ഇന്നിപ്പോൾ 40 ദിവസമാകാൻ പോകുന്നു. ഇതിപ്പോൾ 40 ദിവസമായി ഇന്നിപ്പോൾ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ആരെ പറ്റിയിട്ടും അദ്ദേഹം ഐഡിയോളജിക്കലി പറയും. വ്യക്തിപരമായി ഇന്നുവരെ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല. വ്യക്തിപരമായി ഇന്നുവരെ ഒരു രാഷ്ട്രീയ എതിരാളിയെ പുലമ്പി സംസാരിക്കുന്ന ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. കാരണം അതൊരു അദബാണ്, അതൊരു മര്യാദയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് ചേരി അപ്പുറത്താണ്, അല്ലെങ്കിൽ മതപരമായ സംഘടനാ സങ്കുചിതത്തിൽ നമ്മൾ അപ്പുറത്താണ്. അതൊന്നും നമ്മൾ നോക്കരുത്. മനുഷ്യരാശിയോട് സംസാരിക്കുമ്പോൾ അദബിലെ നമ്മൾ സംസാരിക്കാവൂ, മാന്യതയിലെ നമ്മൾ സംസാരിക്കാവൂ. ആ ഒരു മാന്യതയുടെ ഭാഗമായി പറഞ്ഞോട്ടെ, നമ്മുടെ ഉള്ളിൽ നിന്നും മെല്ലെ ദീന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതോ ഒരു ജൈത്രയാത്രയിലാണ്. അതുകൊണ്ട് തിരിച്ചു പിടിക്കണം നമ്മൾ അതിനെ. അറിയാതെ സലാം വീട്ടിക്കുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം വരുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, നിങ്ങളുടെ ഈമാനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഒരു ഫിലോസഫി പറയാണ്. കാരണം നിസ്കാരം തന്നെ അള്ളാഹാനായിട്ടുള്ളൊരു മുനാജാത്താണല്ലോ, ഒരു മുലാഖാത്താണ്, അള്ളാഹുവിനായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കേണ്ടത്. സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പിരിഞ്ഞു. അപ്പോൾ ഒരു മുസൽമാന് വേണ്ടത് എന്താ? സത്യത്തിൽ ചെറിയ സങ്കടം വേണ്ടത്. കാരണം ഇന്ന് പിരിഞ്ഞല്ലോ എന്നുള്ള സങ്കടം. നമ്മളിൽ കൂടുതൽ ആൾക്കാർക്കും എന്തായിരിക്കും? സലാണ്ട് വീട്ടിൽ കഴിഞ്ഞാൽ ഉഷാറായിട്ടൊരു ആനന്ദമുണ്ട് വരാനാണ്. അപ്പം നിസ്കാരം എന്തോ ഒരു ഭാരം പോലെ നമ്മൾക്ക് തോന്നുന്നു. ചില ആൾക്കാർ സുബഹിൻ്റെ ഒതുവായിട്ടായിരിക്കും യശ നിസ്കരിക്കാം. കാരണം ഒതു കൊടുക്കാൻ ഭയങ്കര മടിയാണ്. ചിലപ്പോഴൊക്കെ പൈപ്പിൻ്റെ അവിടെ ഇങ്ങനെ പോയിട്ട് കാല് നനക്കുമ്പോൾ അങ്ങനെ തോന്നി, കാലുകഴുകൽ ഒതുവെന്നാണ്ട് ഒഴിവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾക്കുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ്. കാരണം ജീവിതത്തിൽ ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവും ശരീരവും തമ്മിലുള്ള എപ്പോഴുമുള്ള സംഘടനത്തിൽ ആത്മാവ് ജയിച്ചേയിരിക്കുക എന്നതാണ്. ആത്മാവ് ജയിച്ചേയിരിക്കണം എപ്പോഴും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം രാത്രി 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം ഇപ്പോൾ 4:40, 4:42, 45 ഉള്ളിലൊക്കെ ബാങ്കാണ്. അപ്പം അതിന് അരമണിക്കൂർ മുമ്പേ എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയുക എന്നത് ശരീരത്തിന് തീരെ ഇഷ്ടമല്ല. നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് എഴുന്നേൽക്കണം. പക്ഷെ ആത്മാവിന് അതീവമായ സൗന്ദര്യമാണ്, ആത്മാവിന് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അപ്പം ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള വല്ലാത്തൊരു സംഘടനത്തിൻ്റെ പേരാണ്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ആത്മീയപരമായ പുരോഗതിയിലേക്ക് നമ്മൾ വല്ലാണ്ട് ഇറങ്ങിച്ചെല്ലണമെന്ന്, അഥവാ ഇസ്ലാമികപരമാകണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു സന്യാസിയെ പോലെ നടക്കണമെന്നല്ല. ലാ റുഹ്ബാനിയത്ത ഫിദ്ദീൻ, ദീനിലൊരിക്കലും സന്യാസമില്ല. പച്ച മനുഷ്യനായി നമ്മൾ നടന്നാൽ മതി. എല്ലാവരോടും നല്ല സമ്പർക്കം, നല്ല രീതിയിൽ പെരുമാറ്റം, ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ കുറിച്ചിട്ടൊക്കെ അള്ളാഹു എന്താ തീരുമാനിച്ചത് നമുക്കറിഞ്ഞുകൂടാ. അത് അള്ളാഹുവിൻ്റെ മാത്രം തീരുമാനമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകലാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ കുട്ടികൾ എവിടെ പോയി പഠിച്ചോട്ടെ, ഇന്റർനാഷണൽ ലോകത്തിൽ ഏറ്റവും വലിയ ക്യാമ്പസിലായി ആകട്ടെ, പക്ഷെ അവിടെ നിന്നും അപ്പുറത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായി നമ്മുടെ കുട്ടികൾ മാറണമെന്നതാണ്. അങ്ങനെ ആയി മാറുന്നൊരവസ്ഥ നമ്മൾ കൊണ്ടുവരിക എന്നതാണ്. അങ്ങകലെ നിന്ന് 11 മണിക്കൂർ യാത്രയുള്ള ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ വിളിക്കുമ്പോൾ, പാവം എൻ്റെ ഉമ്മയുണ്ട് ഇപ്പുറത്ത് കേരളക്കരയിൽ മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥലത്തു എന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല വയനാട് ജില്ലയിലെ ഇന്ന സ്ഥലത്തു എന്ന് ചിന്തിച്ച് ആ ഉമ്മയോട് എന്നും ഫോൺ വിളിക്കാനുള്ളൊരു ആത്മീയത ഉണ്ടല്ലോ, അതൊക്കെ ആത്മീയപരമായ ഭാവമാണ്. എൻ്റെ ഉമ്മയോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഇരുന്നു കൂടാ എന്ന്.
ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവോടുള്ള ബന്ധം പോലെ മനുഷ്യരോടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള സുന്ദരമായ യാത്രകളാണ്. ആ യാത്ര നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അതിനെ ഇമ്പോസ് ചെയ്ത് കൊടുക്കരുത്. ദയവ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീകളും കുട്ടികളെ രാവിലെ തന്നെ പോയിട്ട് എണീക്കട അവിടെ നിന്ന് നിസ്കരിക്കണ്ടേ എന്നൊന്നും പറഞ്ഞാൽ അപ്പം കുട്ടികൾക്കുള്ള നിസ്കാരത്തിലും ദേഷ്യം തോന്നും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്താണ്? ഉമ്മ നേരെ പോയിട്ട് ആ ബെഡിലങ്ങോട്ട് കിടക്കുക, എന്നിട്ട് മെല്ലെ അവനും നാലിങ്ങനെ ചെയ്യുക, ചെറിയ മക്കളാണെങ്കിൽ. എന്നിട്ടൊരു മുത്തൊക്കെ കൊടുത്തിട്ട് മോനെ എണീക്കണ്ടേ എന്ന് എണീക്കണ്ടേ എന്ന് ചോദിച്ചാൽ മതി. നിസ്കരിക്കാണ്ട് മദ്രസ പോവാണ്ട് സ്കൂളിൽ പോവാണ്ടെന്നുള്ള വാക്കേ പറയുന്നു. അത് പറഞ്ഞാൽ പിന്നെ ഇടങ്ങറാണ്. കാരണം പിന്നെ അവനെ സ്കൂൾ ഇങ്ങനെ വെറുത്തു തുടങ്ങും. ഇപ്പം നമ്മൾ നല്ല ക്ഷീണിച്ചിട്ട് ഉച്ചക്കൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്ത കുടുംബക്കാർ വന്നാലും ഇവർക്ക് ഇപ്പോഴാണ് വരാൻ കണ്ട നേരം എന്ന് നമ്മൾ വിചാരിക്കൂലേ? നിങ്ങൾക്ക് വിചാരം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം അത്ര ക്ഷീണിച്ച് കിടക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു തോന്നലാണ്. ഇതേപോലെ ഈ കുട്ടികൾക്കും തോന്നും. അതുകൊണ്ട് കുട്ടികളോട് നല്ല സ്നേഹത്തോടെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ റുട്ടീൻ്റെ ഭാഗമായി അതിരാവിലെ നമ്മൾ കുട്ടികളെ ഉണർത്തുന്നു. കുട്ടികളെ സ്നേഹത്തോട് കൂടിയിട്ട് കാര്യങ്ങളിലേക്ക് നയിക്കുന്നു. എപ്പോഴും കൂട്ടുകാരെ പോലെ നിന്നു കൊടുക്കുന്നു. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും പ്രധാനമായി 75% നമ്മുടെ മക്കളെ വളർത്തേണ്ടവർ. കാരണം ഉമ്മമാരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴച്ചു പോയാൽ, ചെറുതായെന്ന് പിഴച്ചു പോയാൽ മക്കൾ മുഴുവൻ അതിൻ്റെ പിന്നാലെയായിരിക്കും. ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയല്ല. നൂഹ് നബിയുടെ മകനും ലൂത്ത് നബിയുടെ മകനുമൊക്കെ, ലൂത്ത് നബിയുടെ ഭാര്യയും അതേപോലെ തന്നെ നൂഹ് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ മകനും ഒക്കെ നരകത്തിന് അവകാശികളാണ്. എന്താ കാരണം? അവരെ വളർത്തിയത് നൂഹ് നബിയുടെ മകനെ വളർത്തിയത് നൂഹ് നബിയല്ല. അദ്ദേഹം ഉത്തരവാദിത്തത്തിന്റെ പേരിൽ എപ്പോഴെങ്കിലും മകനുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതലും പിന്നാലെ കൂടിയിട്ട് അവനെ വഴിപിഴപ്പിക്കാനുള്ള കാരണക്കാരി സ്വന്തം മാതാവാണ്. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ എടുത്ത് നോക്കി. അതുകൊണ്ട് വാപ്പമാരും നബിമാരായാലും, അതിൽ തന്നെ ഏറ്റവും വലിയ റസൂലുമാരായാലും, അതിൽ തന്നെ ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ദറജ 3 എണ്ണമാണ്. നബിയാണ്, റസൂലാണ്, 5 ആളുകളാണ് ഉലുൽ അസ്മ്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ 5 പ്രധാനപ്പെട്ട പ്രവാചകർ. അതിലെ ആദ്യത്തെ പേരാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ക്രോണോളജിക്കലി. എന്നിട്ടും മകൻ സാവി ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, നമ്മുടെ തലമുറകൾക്ക് ദീനുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണണം. അതവർ എവിടെയായിരുന്നാൽ. നമ്മളെ മകൻ മെഡിക്കൽ കോളേജിലെ ചീഫ് സർജനായി മാറിയാലും ആ സർജറി ചെയ്യുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് അവൻ്റെ മനസ്സൊന്ന് കൊടുക്കിയിട്ട് ഒന്നിതാക്കിയിട്ട് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന മോനായി നമ്മുടെ കുട്ടികൾ മാറട്ടെ. ആർക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാലോ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പുറത്ത് ശിവരാമേട്ടനാ നിൽക്കുന്നത്. ആ ആളുടെ തോളത്ത് ചാരിയിട്ട് ഇങ്ങനെ സാരലേട്ട ശിവരാമേട്ട നമുക്കൊക്കെ ശരിയാക്കാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സൗഹൃദത്തിന്റെ ഭാഷയും പറഞ്ഞ് അങ്ങോട്ട് കയറിയിട്ട് ശ്യാം എന്ന് പറയുന്ന ഈ ശിവരാമേട്ടന്റെ മകനെ ചികിത്സിക്കുമ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ചീഫ് ഡോക്ടറായി നമ്മുടെ മക്കൾ മാറട്ടെ. അങ്ങനെ പ്രൊഫഷണലി ഏറ്റവും ടോപ്പിലാകുമ്പോഴും അള്ളാഹുവോടുള്ള ബന്ധം വിച്ഛേദിക്കാത്ത മക്കളായി, തലമുറകളായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് കുടുംബ സംഗമത്തിലെ ആദ്യത്തെ ചർച്ചയാണ്. നിങ്ങൾ കുടുംബ സംഗമത്തിൽ വന്നിട്ട് ഇതൊക്കെ പറയണോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിലും കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് മെല്ലെ ഇതൊക്കെയാണ് കാരണം. വീട്ടിൽ ഉമ്മ എന്ന് നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് കരയുന്നു, നേരെ 18 വയസ്സുള്ള മോന് മാളികപ്പുറത്തെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങുന്ന സുബഹി പോലെ നിസ്കരിക്കാതെ. ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് പൊതുവെ വീട്ടിൽ നമ്മൾ കാണുന്നത്. ഉമ്മ നിസ്കാരക്കൊപ്പായ അയക്കാറില്ല, പക്ഷേ മോളാകട്ടെ നിസ്കാരക്കൊപ്പായിട്ട് ഇടാറില്ല. നിസ്കാരക്കൊപ്പായം തന്നെ ഇടണോട്ടെ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാനൊരു പ്രാസൊപ്പിച്ച് പറഞ്ഞതെന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകും. രണ്ടാമത്തത്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം, രണ്ടാമത്തത് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും നമ്മൾ ഇമാമായി നിൽക്കലാണ്. അഥവാ ഈ ഒരു ആത്മീയത ഉണ്ടാകുമ്പോൾ ഇമാമായി നിൽക്കുക. ഇമാമാവുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഇമാമാവുക എന്നല്ല. നിസ്കാരത്തിൽ ഇമാമാവുക 10 മിനിറ്റ് പണിയാണ്. പക്ഷെ ജീവിതത്തിൽ ഇമാമാവാണെങ്കിൽ കുറച്ച് പണികളുണ്ട്. റബ്ബന ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് ഇമാമായി നിന്ന് കൊടുക്കുക. അതെന്താ? നിസ്കാരത്തിന്റെ ഇമാമത്തല്ല, വാപ്പയോട് ഉമ്മയോട് അത്ര ആദരമുള്ള മക്കളായി, അത്ര സ്നേഹനിധിയായ മക്കളായി. അതിന് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വീട്ടിൽ ചെയ്യുക. വീട്ടിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കുറേ ഉമ്മാമ്മമാർ വന്നിട്ടുണ്ടാവും ഒന്ന് ആദരിക്കാൻ വേണ്ടി. ഇവർ ആദരം കഴിഞ്ഞിട്ട് പെരയിലെത്തുമ്പോൾ മരുവോള് പഴയ മാതിരി തന്നെ.
പിന്നെ എന്ത് കുടുംബസംഗമം, എന്ത് മടത്തിപ്പാറ. നേരെ തിരിച്ചുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ പറയണോ പറയണ്ടേ എന്നുള്ളതാണ്. മരുമക്കൾക്ക് ഉമ്മ കൊടുക്കുന്ന അമ്മായിമ്മമാർ വളരെ കുറവാണ്. മക്കൾ വരാൻ കാത്തുക്കും. മക്കൾ പെരുന്നാക്ക് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മരുവൾ പെരയ്ക്ക് പോകാൻ പാടില്ല. അത് ഇവിടുത്തെ നിയമം. മാന്തളുടെ മാതിരി നിങ്ങൾ കണ്ണാക്കല്ലേ. കാരണം അവളുടെ വീട്ടിൽ പോകാൻ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. നമുക്കൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി വരിക. ഏത് രണ്ടാം പെരുന്നാക്കാണ് ഇവരിങ്ങനെ വരിക, അങ്ങനെ പൊക്കണ സഞ്ചിയൊക്കെ എടുത്തുങ്ങാണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ആ സമയത്ത് അവളെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. അപ്പം ഇതാര് വരുന്ന ആൾ ചക്രവർത്തിനി, മറ്റാളോ അടിമയോ അല്ലല്ലോ. അവൾക്ക് അവളുടെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണ്ടേ, അവൾക്ക് അവളുടെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണ്ടേ. അല്ലെങ്കിലും ഈ രണ്ടാം പെരുന്നാക്കൊക്കെ മരക്കളൊക്കെ പെരയിൽ അയച്ചിട്ട് മക്കളൊക്കെ വരുത്തിയിട്ട് പഴയ മാതിരി കഞ്ഞിടിച്ചിട്ടൊന്ന് ഇരിക്കുക. അതൊരു രസമല്ലേ. ഇത് അവനാൻ്റെ മക്കൾ വരുമ്പോൾ ഇവള് പോകാൻ പാടില്ല. അതിന് ഓള് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, എന്താ പറയുക, നൗഷി പോകുന്നുണ്ടെങ്കിൽ ഞാൻ വരൂലട്ടാണ്. അപ്പം നൗഷിൻ്റെ പേരിൽ പോകണ്ടേ. അവിടെ അമ്മായിമ്മമാരും മാന്തളുടെ മാതിരി കണ്ണുള്ളവരാകരുത്. മാന്തളിനൊരു ഭാഗത്തെ കണ്ണുള്ളൂ എന്നാ പൊതുവെ പറയാം. അതിന് സെർച്ച് ചെയ്തിട്ട് വേണം, എനിക്ക് അറിഞ്ഞൂടാ. കാരണം എങ്ങനെ പോവലാണ് അത്ര. അവനാൻ്റെ പെമ്മക്കളത് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ പോവാം, അതില്ല. ഇതും ഒരു പെൺകുട്ടിയാണ്, അവരുടെ ഉമ്മയുടെ ഉപ്പയുടെ. നിങ്ങളെ കല്യാണത്തിൻ്റെ ദിവസം ആലോചിച്ചു. മിക്കവാറും ആ വാപ്പ നിങ്ങൾ പുതിയണ്ണനുണ്ട് കൊണ്ടുവരുന്ന സമയത്ത്, നമ്മളെ മലപ്പുറത്തൊക്കെ അങ്ങനെയാണല്ലോ, കൈ പിടിച്ചിട്ടൊരു തെരലുണ്ട്. ആ സമയത്ത് ആ പച്ചയായ മനുഷ്യൻ്റെ ഒരു കരച്ചിലുണ്ട്. എനിക്കൊരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഓരോ വാപ്പമാർക്കും ഉമ്മമാർക്കും ഒരു കരച്ചിലുണ്ട്. അവരെ വേദനിപ്പിക്കരുത് നമ്മൾ. ഇന്നത്തെ കാലത്തെ മരുക്കളാണ് സാറേ ഞങ്ങളെ വേദനിപ്പിക്കണം നിങ്ങൾക്കൊരു തോന്നലുണ്ടോ? ഈ വേദന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ്. മരുമക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ 1-2 ദിവസം നിങ്ങളോട് നല്ല ചങ്ങാഴ്ചയായിട്ട് നിൽക്കും. ഒരു മാസം കഴിയുമ്പോൾ കാണാം അവളെ താളങ്ങനെ തെറ്റണ്. ആ തെറ്റലിന് ഇപ്പുറത്തും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. ആദ്യത്തെ 1 മാസം ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ വിരുന്നൊക്കെ വന്നാൽ വിചാരിക്കും ഇവരെ ഇനി ജീവിതത്തിൽ പിരിയിലാണ്. കാരണം മക്കളെക്കാൾ വലിയ പൊലിപ്പിലും ഒരേക്കളെ കൊണ്ടടക്കും. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പിന്നെ റബ്ബർ ബന്ധ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഞാൻ സ്ത്രീകളോടൊപ്പം കൂടുതൽ പറയുന്നത് കേട്ടോ, നമ്മളെ കുടുംബത്തിലെ 7 ആൾക്കാരല്ലെങ്കിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ 5ഉം 5 ലോകമാണ്, അല്ലെങ്കിൽ 5 രാജ്യമാണ്. ഒരാൾ ഇന്ത്യ ആണെങ്കിൽ ഒരാൾ പാകിസ്ഥാനാണ്, ഒരാൾ ഭൂട്ടാനാണ്, ഒരാൾ ബർമ്മയാണ്, ഒരാൾ നേപ്പാളാണ്, ഒരാൾ ശ്രീലങ്കയാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാം വ്യത്യസ്ത നിയമങ്ങളാണ്, വ്യത്യസ്ത രീതിയാണ്, വ്യത്യസ്ത ചിന്താഗതിയാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോംബ് ഇടൂലേ എന്നുള്ള ചിന്താഗതിയാണ്. അവിടെ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗാന്ധിയായിട്ട് നമ്മൾ മാറണം. ഒരു ഉദാഹരണം പറഞ്ഞത്. കാരണം ഓരോ മരുമക്കളും ഓരോ ടൈപ്പിലായിരിക്കും. ആ ടൈപ്പിന് അങ്ങനെ തന്നെ വിട്. അവളെ മാറ്റാൻ നമുക്ക് പറ്റൂല. കാരണം അവർ ജന്മന അങ്ങനെ പടച്ചവനുകൊണ്ട് ഇറക്കിയതാണെന്ന്. പ്രവാചകന്മാർ പോലും അങ്ങനെയല്ലേ. പ്രവാചകന്മാർ ഇപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പരമസാധുവാണ്, പച്ചയായ മനുഷ്യനാണ്. അഥവാ ഇങ്ങോട്ട് തല്ലുന്നവർക്കും അങ്ങോട്ട് എന്താക്കും ഒഴിഞ്ഞെടുക്കുന്ന ആളാണ്. പക്ഷെ മൂസാ നബി അങ്ങനെയാണോ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്യായം കാണുന്നിടത്തൊരു തല്ലിയപ്പോഴേക്ക് ആള് മരിച്ചുപോയില്ലേ. സഹാബാക്കൾ നിങ്ങളെടുക്കുക വ്യത്യസ്തരായ ആൾക്കാരല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പാവമായൊരു മനുഷ്യനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒന്നിച്ചിരിക്കും. ആ സമയത്തേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നുണ്ടെങ്കിൽ വിശ്വാസമ പറയായിരുന്നു, നാണം കുടുങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വസ്ത്രം ശരിയാക്കുക എന്ന് ഹദീസിൽ നമുക്ക് കാണാം. നാണം കുടുങ്ങി വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും വസ്ത്രമൊക്കെ ഒന്ന് ഉഷാറാക്കി ഇട്ടാളിന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഫ്രൈസാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പച്ചപ്പാവമാണ്, അലി റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി യോദ്ധാവാണ്. വിശ്വാസമയുടെ 4 ഖലീഫമാർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മളെ വീട്ടിലെ ആൾക്കാരൊക്കെ പല കോലാവൂലേ, പല രീതിയാകൂലേ. ഒരാൾ ചിലപ്പോൾ എടുത്തിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. ഈ പെട്ടെന്ന് ചൂടാകുന്ന, പെട്ടെന്ന് എടുത്തിയാടി പറയുന്ന ആൾക്കാർക്ക് നല്ല സ്നേഹം ഉണ്ടാവും. നമ്മൾ വീണ് കഴിഞ്ഞാൽ ആദ്യം പായൊരു ബനായിരിക്കും നമ്മളെ കൊണ്ട്. ഭയങ്കര ക്ലവറായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ വീണ് കഴിഞ്ഞാലും ചിലപ്പോൾ ആലോചിക്കും കൊണ്ടോണം എനിക്ക് എത്ര പോലെ നഷ്ടതയിലുണ്ടാവും എന്നൊക്കെ. അതുകൊണ്ട് എടുത്തു ചാടി പറയുന്ന ഒരു പെൺകുട്ടി നമ്മളെ വീട്ടിൽ മരുവാളായി വന്നു എന്ന് വെക്കുക. ആ പാവത്തിന് അങ്ങനെ വിട്ടേക്കുക. അത് അവളുടെ പ്രകൃതമാണ്. അല്ലാതെ അവളെ മൊത്തത്തിൽ നേരാക്കിയിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ നേരാക്കാൻ പറ്റൂല. അങ്ങനെയാണ് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ആ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ക്രൊണോളജിക്കൽ ഓർഡർ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് അതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പം എമ്മ, എളിയമ്മ, മൂത്തമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെ വല്യമ്മയായ അമ്മായിമ്മനോട് ഓല എങ്ങനെയാണ് പെരയ്ക്ക് പോകാൻ ചോദിക്കാൻ നിങ്ങൾക്കറിയോ? അത്ര തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല.
അടുത്ത തിങ്കളാഴ്ച പോണെങ്കിൽ ഇന്ന് ചോദിക്കും. എന്ത്? അടുത്ത തിങ്കളാഴ്ചയൊക്കെ ഒന്ന് പോണട്ടാണ്, പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് അവിടെ ഇരുന്നിട്ട് അമ്മമാരൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ, ഓരൊക്കെ അമ്മായിമാർ അങ്ങനെയായിരുന്നു, പെർമിഷന് വേണ്ടി വലിയ പണിയായിരുന്നു. ഇപ്പം എന്താ കഥ? മരോള് മാറ്റിയിട്ട് അവര് നല്ല ഇറക്കമില്ല, എന്നാൽ ഇറക്കമുണ്ട്, അങ്ങനെയുള്ള ഇപ്പോഴത്തെ ബാഗുകളൊക്കെ അതൊക്കെ ഇട്ടിട്ട് ഒറ്റപ്പൊക്കെ ഓടുക്കാൻ വളെ എന്ന് ചോദിക്കുമ്പോഴാണ് മരോള് പറയാൻ പോയിട്ട് വരാമെന്ന്. ഓടുക്കാന്നൊന്നൊരു പിടുത്തൊന്നുമില്ല. ഇങ്ങനെ ആവാനും പാടില്ല, അങ്ങനെ ആകാനും പാടില്ല. പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഭാര്യമാർ നമ്മളോട് പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് സമ്മതം കൊടുത്തേക്കണം. അത്രയും നേരം ഒന്ന് സ്വസ്ഥമായിട്ട് കഴിഞ്ഞൂടെ? തമാശ അറിയണം കേട്ടോ, പടച്ചോനെ, ഞാൻ നിങ്ങൾ കാര്യമാക്കരുത്. പെരയ്ക്ക് പോകണമെങ്കിൽ പോയിട്ട് വന്നോട്ടെ എന്ന്. നമുക്ക് പഴയ പുസ്തകങ്ങൾ വായിച്ചിരിക്കാനുണ്ടാകും, കുറേ എഴുതാനുണ്ടാകും, കുറേ വായിക്കാനുണ്ടാകും, കുറേ സുഹൃത്തുക്കൾ വന്ന് ചായയൊക്കെ കുടിച്ച് നല്ല രസമാവില്ല അത്. നമ്മളെന്തിനാ എന്നും പെണ്ണുങ്ങൾ നമ്മളെ പെരയിൽ തന്നെ വേണമെന്ന് ഇങ്ങനെ ശാഠ്യം പിടിക്കണം? ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. പെണ്ണുങ്ങൾ പെരയിലില്ലെങ്കിൽ പിന്നെ നടക്കൂല. പെണ്ണുങ്ങളില്ലാതെയും ജീവിക്കേണ്ടത് നമ്മൾ. ഞാൻ നാളെ ഒരിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം രജിസ്ട്രാറാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് മടക്കാൻ പറ്റാത്തൊരു സന്ദർശനമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഭയങ്കര ഒരുങ്ങി പിടിച്ച് പോകാൻ. എനിക്ക് പരിചയമുണ്ട് മുഹമ്മദ് സാറ്. പക്ഷെ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പീടിക്ക് ചായ എടുക്കാൻ പോയിക്കണം. ഏത്? നാടൻ പീടിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു റാപ്പ പെട്ടെന്ന് കിട്ടുമല്ലോ വിചാരിച്ചു. അത് കഴിഞ്ഞ് മൂപ്പര് വന്നിൻ്റെ കാറിൽ തന്നെ കയറിയിട്ട് വന്ന് പെരയിലിറങ്ങി. എന്നിട്ട് ചായ കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലെങ്കിൽ നിർത്തേണ്ടതില്ല. അത് നമ്മൾ ഉസ്താദന്മാരോട് ചോദിച്ചാൽ അത് ഉസ്താദ തലാട്ട്. ബാങ്ക് കൊടുക്കേണ്ട സമയത്തല്ല നിർത്തേണ്ടത്, ബാങ്ക് കൊടുക്കേണ്ടത് കേൾക്കുന്നുണ്ടെങ്കിൽ നിർത്തണം. അല്ലേ ഉസ്താദ്? അങ്ങനെ തന്നെ അല്ലേ? അല്ലേ? പുറത്തേക്കല്ലേ? അങ്ങനെ കേൾക്കണില്ലല്ലോ, കുഴപ്പമില്ല. ബാങ്ക് നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കണം, നല്ലതുമല്ല. പക്ഷേ കേൾക്കുന്നില്ലെങ്കിൽ സംസാരം തുടരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തേലും പറഞ്ഞത് മറന്നുപോയാ? കാലിക്കറ്റ് രജിസ്ട്രാറെ വീട്ടിൽ പോയി. അയാൾ വീട്ടിലെത്തി. മൂപ്പരിങ്ങനെ അടുക്കളയിൽ പോയി. എന്നിട്ട് പറഞ്ഞു, കട്ടൻ ചായ ഞാൻ തന്നെ കാച്ചണം എന്ന് പറഞ്ഞു. അവൻ പറയും നിങ്ങൾ കാച്ചണ്ടായിരുന്നു. പിന്നെ മൂപ്പര് അടുക്കളയിൽ പോയിട്ട് ബേക്കറി തപ്പാണ്. എന്നിട്ട് കണ്ട് വന്നുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ? ഒരു സിമ്പിൾ മനുഷ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ, പിന്നെ ഈ പളുങ്കൊക്കെ അവളെ എവിടെക്കോ കൊണ്ടുവച്ചിട്ടുണ്ട്, എവിടെയൊന്നൊരു പൊടുത്തല്ലേ എന്നും പറയും. എന്ത് രസം അങ്ങനെയൊക്കെ പറയല്. മറ്റത് നമ്മളിങ്ങനെ ഒരു രണ്ടാൾക്കാർ പെരയിൽ വന്നാൽ ആകെ ബേജാറ്. ബൽക്ക് ഇനിയിപ്പോൾ എന്താ കൊടുക്കുക? അണ്ടിപ്പരിപ്പ് ഇല്ലല്ലോ, മുന്തിരി ഇല്ലല്ലോ, ബദാം ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ പെര. മനസ്സിലായി ഞങ്ങൾക്ക്? ആള് വന്ന ബേജാറാവാനും നിൽക്കരുത്. ഓരോട് ഓപ്പണായി പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് ഓപ്പണായി പറഞ്ഞത്. അങ്ങനത്തെ സിമ്പിളായ ആൾക്കാരും ഭയങ്കര ഇഷ്ടമാണ്. കട്ടൻ ചായ കാച്ചി കൊടുക്കുക, എന്നിട്ട് പാലില്ല ടക്ക കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കാനൊരു രസമാണ്. നമ്മളിങ്ങനെ ജാട പിടിച്ചിട്ട് എന്തിനാ ഈ പാലില്ലാത്ത സമയത്ത് ഓർലിക്സിൻ്റെ മറ്റേ സാധനം കലക്കിയിട്ട് മറ്റേം കൂടി പൗഡർ ഇട്ടിട്ട് എന്നിട്ട് നാടൻ പാലാക്കണമാതിരി ആക്കിയിട്ട് കൊടുക്കണത് എന്തിനാണ്? ചില സ്ഥലത്തുണ്ട് അങ്ങനെ ആട് ബിരിയാണിയാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുട്ടൻ്റെ ആട്ടുംപാല് പറഞ്ഞുകൊണ്ട് അതൊരു മട്ടൻ ബിരിയാണി ആക്കുക. എന്തിനാ അതിൻ്റെ ഒക്കെ കാര്യം? അതിൻ്റെ ഒരു കാര്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇതാക്കുക, ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കുക. അത് ഭയങ്കര രസമാണ്. ആ സിമ്പിളിസിറ്റി ആളുകൾക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഇന്നാളെ എൻ്റെ വീട്ടിൽ 2-3 വിരുന്നേരം എന്ന സമയത്ത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നി അരിമണി വറുത്തതും ചായയും കൊടുക്കാണ്. നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത്. അരിമണി വറുത്തതും ചായയും വെച്ചെടുത്തപ്പോൾ അവരത് ഫോട്ടോ എടുക്കണേ, വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞു എൻ്റെ പെരയിലാണ് നിങ്ങൾ എവിടെയും പറയണ്ട, വേറെ ഉള്ളതൊക്കെ പറഞ്ഞാലും തന്നെ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ കുടിക്കുന്നത്. അപ്പോൾ അവർ 10-20 കൊല്ലമായിക്കാണ് ഈ ചായ കുടിച്ചിട്ട്. സ്റ്റാർബക്സിൻ്റെ കോഫിയേക്കാൾ ഒരു പക്ഷേ ഇഷ്ടമായിരിക്കും ആൾക്കാർക്ക് അരിമണി വറുത്തതും ചായ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആ ഒരു രീതി പോയാൽ അപ്പം ജീവിതം വളരെ എളുപ്പമാകും. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരുമക്കൾ, അമ്മായിമ്മ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം, ബാക്കിയുള്ളതൊക്കെ വിടാം. ഏതോ പറഞ്ഞപ്പോൾ എൻ്റെ കണക്ഷൻ വിട്ടുപോയത്, അപ്പോഴേക്ക് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ മരുമക്കളെയും സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ പറ്റണം. അമ്മായിമ്മമാർക്ക് അങ്ങോട്ട് മുത്തം കൊടുക്കണം. നിങ്ങൾക്ക് മരുമക്കൾക്ക് മുത്തം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചിരിച്ചപ്പുറത്ത് എവിടെ കിട്ടാനാ സാറേ എന്ന്. മരിച്ചു പോകുമ്പോൾ വരെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള. ഇവിടെ അല്ല കേട്ടോ, ഞാൻ മടത്തിപ്പാറ വന്നിട്ട് ഗുലുമാൽ ഉണ്ടാക്കല്ലേ ഇവിടെയൊക്കെ. അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങോട്ടും മരുമക്കൾ അമ്മായിമക്കൊന്ന് മൊത്തം കൊടുക്കും. ഞാൻ ഈ മരുമക്കളോട് പറയാം, അമ്മായിമ നിങ്ങൾ കൂട്ടുകാരികളാക്കിയാൽ ആണുങ്ങളായ ഞങ്ങൾക്കൊരു നഷ്ടമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ രണ്ടാളും കണ്ട് ഒന്നാകും, ഞങ്ങൾ പലപ്പോഴും പുറത്താവും. എന്നാലും വേണ്ടില്ല നിങ്ങളൊന്ന് ഒന്നാവും. കാരണം ഈ ഗൾഫുകാരായ ആൾക്കാർ ഇന്നും
നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. പഴമയുടെ കഥ പറഞ്ഞോട്ടെ. ഗൾഫിൽ കുറേ ആൾക്കാർ ഞാൻ ചെന്നാൽ അപ്പം കൗൺസിലിങ്ങിന് വിളിക്കും. ഞാൻ ഇപ്പോൾ കൗൺസിലിംഗ് നടത്താറില്ല. സാർ റൂം എവിടെ എടുത്തിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെന്നൊക്കെ പറയും. ഒട്ടുമിക്ക ആൾക്കാർക്കും പറയാനുള്ള ഇതാണ്. നാളൊരു ചെറുപ്പക്കാരൻ പൊട്ടിക്കാരൻ ഞാൻ പറഞ്ഞു എന്തിനാ ഇഷ്ടം അങ്ങനെയൊക്കെ. എനിക്കും സങ്കടം തോന്നി. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ ഒരാഴ്ചക്കൊക്കെ പോകലുള്ളൂ. അപ്പം എൻ്റെ ചെറിയ മോനെ കിട്ടാൻ വേണ്ടി ഉപ്പ ഫോൺ എടുത്ത് കാണും. ഉപ്പ ഞങ്ങൾ വേറൊരു കളിയിലാണ്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പം എനിക്ക് എവിടെയോ ഫീൽ ചെയ്തു. ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ ആകെ വീട്ടിൽ നിന്ന് പോയിട്ട്. അവരിപ്പോൾ ഒരു കളിയിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഗൾഫുകാർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്നറിയോ? നിങ്ങളെ പുതിയാപ്പിളൻ്റെ ഫോൺ എന്നും വരും. ഇപ്പോൾ പണ്ടായിരുന്നു ആഴ്ചയിൽ വരലൊക്കെ. എന്നും വരുന്നത് കൊണ്ട് അയിമക്ക് നോക്കിയിട്ട് നെറ്റ് ചെളിവാ ഇനി ഇപ്പോഴാണ് വിളിക്കണമെന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്താ, അയൽവാസിത്തെ സീനത്തും അയൽവാസിത്തെ പിന്നെ വസുന്ധരയൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടാവും, ചായ എടുത്താൽ വന്നിട്ടുണ്ടാവും. അവർ വരുമ്പോൾ പുതിയാപ്പിള വിളിച്ചാൽ പറ്റൂല. എപ്പോഴും എടുക്ക് ഫോൺ അവർ വിളിക്കുന്നത് അവരുടെ ഒഴിവിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ആ പാവം എങ്ങൾക്കറിയോ ഇപ്പോൾ അവിടുത്തെ ചൂട് എത്ര എന്നറിയോ? കഴിഞ്ഞ വെള്ളിയാഴ്ച രണ്ടാമത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അതുവരെ റൂമിലായതുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. ജുമാ എന്ന് പറഞ്ഞാൽ അവിടെ 1:15 മണിക്കാണ് ദുബായിക്കില്. അപ്പോൾ ഏകദേശം ഒരു 12:45 പുറത്തിറങ്ങിയ സമയത്ത് പള്ളിക്കൊന്ന് നടക്കേണ്ടി വന്നു. എന്താ അവിടുത്തെ ചൂട്! ഈ പാവം പ്രവാസികൾ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോക്കാറുണ്ട്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിൽക്കുക ഈ പാവങ്ങളുടെ സാധാരണ ജോലിക്കാർ. അത്രയും ത്യാഗം സഹിച്ചിട്ട് ബുദ്ധിമുട്ടിട്ട് ആ വെയിലും കൊണ്ടിട്ട് അവർ വിയർത്ത് കുളിച്ചിട്ട് നമുക്ക് പൈസ അയച്ച് തന്നിട്ട് അതവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫോണ് വിളിക്കുമ്പോൾ ആ ഫോണ് പോലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഭാര്യ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുടുംബിനി ക്രൊണോളജിക്കലി ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിർത്തേണ്ടത് ഉമ്മയെയും ഉപ്പയെയുമാണ്. അത് കഴിഞ്ഞാൽ ഭർത്താവിനെയാണ്. ഇങ്ങനൊരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ട്. ഭർത്താവിൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ്. ആ ഉമ്മ എത്ര കാട്ടാസാണെന്ന് നിങ്ങൾ പറഞ്ഞാലും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം കുറേ ഇന്നലകളുടെ കഥയുണ്ടാവും. ഉമ്മ നല്ല സ്നേഹനിധിയായിരിക്കും, ഉമ്മ നല്ല രീതിയിൽ ഇവനെ വളർത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഇന്നലെ അവന് കാണാനുണ്ട്. ആ ഉമ്മനെയാണ് ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന മരുമക്കൾ വന്നപ്പോൾ ചിലപ്പോൾ ഉമ്മൻ്റെ പ്രകൃതം മാറിയിട്ടുണ്ട്. ആ ഉമ്മയല്ല യഥാർത്ഥത്തിലുള്ള ഉമ്മ ഇവൻ പഴയ കാലത്ത് അനുഭവിച്ച ഉമ്മയാണ്. അതുകൊണ്ട് ആ ഉമ്മയെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഏതാണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തിൻ്റെ മൂശയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. പിന്നെ ഈ ആധുനിക തലമുറയിലെ, ഇനി കുറച്ച് ആധുനികത പറഞ്ഞോട്ടെ, ഈ ആധുനിക തലമുറയിലെ കുട്ടികളെ നിങ്ങൾ വളരെ കെയർ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഡെയിലി ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ അവിടുത്തെ അഡിക്ഷന് ഇപ്പം MDMA അല്ലെങ്കിൽ പിന്നെ LSD ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ധാരണയുണ്ട്. അതൊക്കെ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കണുള്ളൂ. അതൊക്കെ ആൾക്കാർ പറഞ്ഞ് പേരിപ്പിച്ച് ഇപ്പം എൻ്റെ മഹലിൽ 1000-ഓളം വീടുകളുണ്ട്. അതിൽ ചിലപ്പോൾ 1-2 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാകാം. അത് ഉറപ്പൊന്നും ഇപ്പം നമ്മൾ വരുത്തിയിട്ടില്ല. ഇല്ലേ അസിയെ നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വരുത്തിയിട്ടൊന്നുമില്ല നമ്മളെ മഹലിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് മഹലിൽ വന്നിട്ട് നമ്മളാണ്ട് വയന്ന് പറയും ഇവിടെ ആകെ MDMA ആണ്, ആകെ LSD എന്നൊക്കെ പറയുന്നത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പ്രസംഗിക്കല്ലേ. കുറച്ച് ആൾക്കാർ ഉപയോഗിക്കണം, അവരെ കൗൺസിൽ ചെയ്യുക, അവരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകുക, ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാറ്റുക. പക്ഷേ മാസായിട്ട് വന്നിട്ടുള്ള പ്രശ്നം ഏതാണെന്നറിയോ നിങ്ങൾ? അത് മൊബൈൽ ഗെയിമാണ്. മൊബൈൽ ഗെയിം അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊന്ന് പഠിക്കണം. കാരണം കുട്ടികളുടെ പ്രകൃതം മാറുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, നമ്മളെ പൈസകൾ പോവാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ആ കാർഡ് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ഇവൻ 4 കാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്തിടെ അത് മനസ്സിലാക്കിയത്. നമ്മൾക്കും ഇപ്പോൾ ഏകദേശമൊക്കെ ആയല്ലോ. പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 49 വയസ്സായി. പക്ഷെ അവരുടെ മനസ്സ് നമുക്കറിയില്ല. ഇവരെ കൗൺസിൽ ചെയ്യുമ്പോൾ അതൊക്കെ അറിയുള്ളൂ. കൗൺസിലിംഗ് ഞാൻ മനസ്സിലാക്കിയത്, ഉമ്മയുടെ കാർഡിൽ നിന്ന് ഇവൻ 3 ഡെബിറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏജൻസികളുണ്ട്. ഒരു കാർഡിൻ്റെ കോഡ് കൊടുത്താൽ എന്നിട്ട് ആ കാർഡ് വെച്ചിട്ട് ഇവൻ കടം വാങ്ങിക്കാൻ. ആ കാർഡ് വെച്ചിട്ട് ക്രെഡിറ്റ് വന്ന് 1,05,000 രൂപ കടം വന്നു. 12 വയസ്സുകാരന്, വെറും 12 വയസ്സേ അവനുള്ളൂ. ഈ വയസ്സുകാരന് ഗെയിം കളിച്ചിട്ട്, ഗെയിമിന് പൈസ കൊടുക്കേണ്ട ഗെയിമുണ്ട്, ഗെയിം കളിച്ചിട്ട് പന്തയം വെക്കുന്ന ഗെയിമുണ്ട്, ഗാംബ്ലിങ്ങിൻ്റെ ഗെയിമുണ്ട്, വ്യത്യസ്ത ഗെയിമുകളാണ്. ഇവനെ ഹീറോ ആക്കുന്ന ഗെയിമുണ്ട്. അവൻ ഹീറോ ആയിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ മറ്റേ വലിയ പിന്നെ ഹീറോകളൊക്കെ നടക്കുന്ന പോലെ ഇവൻ ഹീറോ ആയിട്ട് ഗെയിമിൽ നടക്കുന്ന ഗെയിമുണ്ട്. ഇങ്ങനെ ഗെയിമുകൾ മാറി മാറി കുട്ടികൾ കളിച്ചിട്ട് അവരുടെ മാനസിക നില തെറ്റുന്നു എന്നതൊരു പ്രശ്നം. നാളിപ്പോൾ 4 ആളുകളെ കൊന്ന പയ്യൻ്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ? അവന് 64 ലക്ഷം രൂപ കടമായിരുന്നു. ഓൺലൈനിലൂടെ 64 ലക്ഷം രൂപ കടമായിരുന്നു. നമ്മുടെ തലമുറ എങ്ങോട്ടായി പോകുന്നു? ഞാൻ ഭയപ്പെടുത്തല്ല. അതുകൊണ്ട് റുട്ടീൻ്റെ ഭാഗമായി എപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുന്നുവെന്നും അവരേതൊക്കെ കളിയാ കളിക്കുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ
മക്കളെ ചിലപ്പോൾ സമ്മതിക്കൂല, എന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞത് 15 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ കഥയാണ്. അവരുടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിലുണ്ട്. അത്രയെങ്കിലും നമ്മൾ ചെയ്തേക്കണം സൗഹാർദ്ദത്തിൻ്റെ ഭാഷയിൽ. ഇനി നമ്മുടെ മക്കൾ സ്കൂളിലോ കോളേജിലോ ഏതിലെങ്കിലും പോകുമ്പോൾ ചെറുതായ ഒരു പ്രണയത്തിലോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വിചാരിക്കുക. ഇപ്പം പെടലല്ല, അങ്ങനെ ആവലാണ് ശരിക്കും. ആ പെട്ടു എന്ന് വിചാരിക്കും. അവരെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. എന്താ ഉപ്പ ചെയ്യേണ്ടത്, എന്താ ഉമ്മ ചെയ്യേണ്ടത്? ഒരിക്കലും ഉമ്മമാരത് മറച്ചു വെക്കരുത്. എനിക്കറിയാവുന്ന കുറേ തലാക്കുകൾ നടന്നത് ഉമ്മ മറച്ചു വെച്ചു, ബാപ്പയെ മറച്ചു വെച്ചതിൻ്റെ പേരിൽ ബാപ്പക്ക് വാശി പിടിച്ചിട്ടാണ്. പ്രണയം തുടങ്ങിയിട്ടുണ്ടെന്നിട്ട് ആ പയ്യൻ ഉമ്മനെ വിളിക്കും, മോനെ അങ്ങനെ ചെയ്യല്ലോ, നല്ലോണം ഉപദേശിക്കും ബാപ്പ അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ അതങ്ങനെ ആ വോയിസൊക്കെ പിന്നെ പോയി അവസാനം ഈ ഉമ്മയുടെ വോയിസ് ആയിരിക്കും പിന്നെ അയാൾ കേൾക്കുക. നിനക്കെന്താ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മളതിനെ ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. പ്രണയം ഇനിയുള്ള കാലത്ത് ഒരുപാടുണ്ടാകും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന പല പ്രമാദമായ പ്രണയങ്ങളും നമ്മുടെ അടുക്കലേക്ക് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. പ്രമാദമായ പലതും പേര് ഞാൻ പറയുന്നില്ല. അവിടേക്ക് അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതൊരു കെമിസ്ട്രിയാണ്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയാം, ഒരു കെമിസ്ട്രി നമുക്ക് വരാനുണ്ട്, ഒരു രസതന്ത്രം. ആ രസതന്ത്രം വന്നു കഴിഞ്ഞാൽ ഏത് ആൺകുട്ടിയാണോ നമ്മുടെ മുമ്പിലുള്ളത് ആ ആൺകുട്ടിയോട് നമുക്കൊരു ഇഷ്ടം വരും. കാരണം ആദ്യമായിട്ട് പ്രണയം ഉണർത്തുന്നതാരോ അവരോട് നമുക്കൊരു സ്നേഹം വരും. അങ്ങനൊരു വികാരം, അങ്ങനൊരു പ്രത്യേക രസം, അങ്ങനൊരു പ്രത്യേകമായ ഒരു രീതി നമ്മുടെ ഉള്ളിൽ ആദ്യം വരുത്തിയത് സത്യത്തിൽ ഈ മനുഷ്യനാണ്. അതുകൊണ്ടൊരു അടുപ്പം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ജീവിതം തുടങ്ങി അപക്വമായോ പക്വമായോ ജീവിതം തുടങ്ങി 1 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ താറുമാറാകും. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒരിക്കലും അതിലേക്ക് പോകാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ ടെക്നോളജി വന്നിരിക്കുകയാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ നന്നായിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ച് ഉയർത്തണം. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാൻ പറയാം, വിദ്യാഭ്യാസത്തിൽ നമ്മുടെ കുട്ടികൾ PG കഴിയാതെ നിർത്തരുത് എന്ന ഒരു ശഠ്യം എൻ്റെ ഈ മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട ഇന്നത്തെ മടത്തിപ്പാറ കുടുംബത്തിലെ ഇവിടെയുള്ള മുഴുവൻ ആളുകളും അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ ഷോർട്ട് ടൈം കോഴ്സിലാണ്. ഈ ഷോർട്ട് ടൈം കോഴ്സ് കൊണ്ട് ചിലപ്പോൾ എന്ത് കിട്ടും? ഒരു ജോലി കിട്ടും, ജോബ് എൻട്രി ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ ഒതുങ്ങേണ്ടി വരും. അതുകൊണ്ട് കുട്ടികൾ കയറി പഠിക്കട്ടെ. ഒരിക്കലും പഠിത്തത്തിൻ്റെ വർഷങ്ങൾ നിങ്ങൾ ചുരുക്കരുത്. +2 കഴിഞ്ഞ ഉടനെ തന്നെ 1 കൊല്ലത്തെ കോഴ്സ് ചെയ്യുക, എന്നിട്ട് അവൻ എന്തോ ആകുക, കുറേ കഴിഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് സാമ്പത്തികമൊക്കെ ആകുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞിരിക്കുക. പ്രശസ്തിയൊന്നും വിദ്യാഭ്യാസം വേറൊന്നുമാണ്. PVS ഇൻ്റർനാഷണൽ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ കാണാൻ വേണ്ടി പോയി, ഹാരിസ് മടപ്പള്ളിയും ഒക്കെ. അങ്ങനെ ഒരുപാട് സംസാരിച്ചിരുന്നിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ, ആ മനുഷ്യൻ അന്ന് കണ്ണുകൾ അറിയാതെ നിറച്ചുപോയത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാനാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സച്ചിൻ ടെണ്ടുൽക്കറിന് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ടാണോ? സച്ചിൻ ടെണ്ടുൽക്കർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഇന്നും ആ മനുഷ്യൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന സങ്കടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ മടത്തിപ്പാറ കുടുംബത്തിലെ അംഗങ്ങൾ, വിദ്യാഭ്യാസത്തിന് ചെറുതായി കാണല്ലേ. വിദ്യാഭ്യാസം ഒരിക്കലും ജോലിയല്ല. വിദ്യാഭ്യാസം ഒരു സംസ്കാരമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു കരുത്താണ്. നമുക്ക് മറ്റുള്ള ഭാഷകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ മുമ്പിൽ യശസ്സോടുകൂടി അവതരിപ്പിക്കാനുള്ളൊരു ശേഷിയാണ്. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും അത്യാവശ്യം നന്നായിട്ട് പഠിക്കട്ടെ. മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കയറി പഠിക്കട്ടെ. പറ്റുമെങ്കിൽ ലോകോത്തര യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവർ പഠിക്കട്ടെ. ഇപ്പം ഞാൻ അഭിമാനത്തോടു കൂടി ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ നാട്ടുകാരനായ ഒരു ഹുദവിയാണ്, മഷൂഖ് ഹുദവി എന്നൊക്കെ പറയും. ഒരു ഹുദവി റിസർച്ച് കഴിഞ്ഞിട്ട് അത് മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കഴിഞ്ഞിട്ട്, നിങ്ങളറിയോ, ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യയിലെ ഫിഖ്ഹിന്റെ ഹെഡ് ഇന്ന് മലപ്പുറത്തുകാരനായ കുറുമ്പത്തൂർ മഹലിലെ എൻ്റെ ഭാര്യയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹുദവിയാണ് ഇന്ന് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഫിഖ്ഹിന്റെ ഹെഡ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉയർന്ന് കയറി പഠിക്കട്ടെ. എത്ര ഉയർന്ന് കയറി പഠിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മുടെ മക്കൾ കയറി പഠിക്കട്ടെ. എന്നിട്ട് നല്ല തിസീസുകൾ അവതരിപ്പിച്ച് നല്ല ഉഷാറായി മുന്നോട്ട് പോയി. അപ്പോൾ ചില കുട്ടികൾ ചിലപ്പം പറയും, ഇന്നാളത്ര പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ +2 വരെ ടോപ്പ് റേഞ്ച് ക്യാമ്പസിൽ പഠിച്ചവരാണ്. നിങ്ങൾ പറഞ്ഞത് സ്റ്റീവ് ജോബ്സിനെ കുറിച്ചാണോ?
ആപ്പിളിൻ്റെ CEO അതിൻ്റെ അപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ +2 വരെയുള്ള എഡ്യൂക്കേഷൻ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. എത്ര ടോപ്പ് റേഞ്ച് ക്യാമ്പസിലാണ് അവർ പഠിച്ചതെന്ന് നോക്ക്. അത് കഴിഞ്ഞിട്ട് കമ്പനിയൊക്കെ സെറ്റിലായിട്ട് പിന്നെ അവർ ചെയ്ത കോഴ്സ് നോക്ക്. രത്തൻ ടാറ്റ 64-ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കോഴ്സ് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. കുട്ടികൾ നന്ന കയറി പഠിക്കട്ടെ. പ്രത്യേകിച്ച് AI ഒക്കെ വരുന്ന കാലത്ത് ഒരുപാട് ഉയരാൻ പോവാണ്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. എവിടെ വരെ എത്തുന്നു എന്നറിയാം. ഇതെല്ലായിടത്തും ബാധിക്കാൻ പോവാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി തോന്നും. ഇവിടെ ഇരിക്കണം എല്ലാവരോടും കൂടി പറയണം. അറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോബ് എന്ന് പറയുന്നത് AI ചെയ്ത് നമ്മളതിനെ നിയന്ത്രിക്കുന്ന ആളാകാൻ പോവാണ് ഓരോരുത്തരും. അപ്പം അതിനനുസരിച്ച് കയറി നമ്മൾ പഠിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർ വളരെ ശ്രദ്ധിച്ചോളി. ഇനി പെട്രോൾ എന്ന് പറയുന്ന സാധനം ഡീസൽ എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് പകരം ബാറ്ററിയായി അതായി ഇതായി. ഇനി റോഡുകളിൽ പാനലുകൾ വെച്ചിട്ട് അതിൽ നിന്ന് കാറിലേക്ക് കയറിയിട്ട് കാറ് വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടക്കുന്ന രീതിയിലേക്ക് വരിക. അത് ചിലയിടത്ത് തുടങ്ങി, ചൈനയിലെ ചില ഭാഗത്തൊക്കെ തുടങ്ങി. ഇങ്ങനെ കയറി മൊത്തം ജീവിതഗതികൾ മാറാൻ പോവാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ അന്തിച്ചു നിൽക്കരുത്, വിവരമില്ലാത്ത കുട്ടികളായി മാറരുത്. ഇനി നമ്മൾ സാധാരണ കൺസൾട്ടേഷൻ ചെയ്യുന്നത് പോലും അമേരിക്കയിലെ ഡോക്ടേഴ്സിനൊക്കെ ആയിരിക്കും. ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരു നല്ലൊരു ഫെസിലിറ്റി ഒരുക്കുകയാണെങ്കിൽ ചെറിയ കീഹോൾ ശസ്ത്രക്രിയയൊക്കെ അമേരിക്കയിൽ ഇരുന്നിട്ട് അയാൾ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ നടത്തും. നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടാകില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരാൻ പോവാണ്. പെട്ടെന്നൊന്നും വരുന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നെസ്റ്റോ ഒരുപാട് വരുന്നു, അതേമാതിരി തന്നെ ലുലു വരുന്നു. ഇനി ഇതൊക്കെ സ്റ്റോറേജസ് മാത്രമായിട്ട് കിടക്കാൻ പോവാണ്. എല്ലാവരും ഓൺലൈനിൽ മാത്രം വാങ്ങാൻ പോവാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. മീഷോ എന്ന് പറഞ്ഞ സാധനത്തിൽ സാധാരണ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏകദേശം ഒരു 50% വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ തന്നെ അല്ലേ പെണ്ണുങ്ങളെ? അല്ലേ? നമ്മളെ പേരിലൊക്കെ കാണാൻ, എൻ്റെ മോളൊക്കെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് മീഷോ എന്ന് ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് എത്ര വില എന്ന് ചോദിക്കും. ഞാൻ മീഷോനെ പ്രൊമോട്ട് ചെയ്യല്ലോ കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആപ്പുകൾ ഇങ്ങനെ വികസിച്ചിട്ട് ആൾക്കാർ പുറത്തിറങ്ങാതെ ഇതിങ്ങനെ പർച്ചേസ് ചെയ്ത് ഇപ്പോൾ ബിരിയാണി പോലും കാരണന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പെരുന്നാൾ വന്ന വീട്ടുകാർ ഇനി എന്താക്കും ഓർഡർ ചെയ്യുന്ന കാലം വന്നു. അതും കഴിഞ്ഞ് പെരുന്നാൾക്ക് വന്നു. പെരുന്നാൾക്ക് അവനാൻ്റെ വീട്ടിലെ ചോറൊന്ന് വയ്ക്കണം നമുക്ക് നല്ലൊരാഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ആണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. ഉണക്കസ്രാവും ആ പുളിഞ്ചാറും അതൊക്കെ ഒരു വേറൊരു രസം തന്നെയാണ്. കാരണം നമ്മൾ ഉമ്മാനെങ്ങനെ ആലോചിക്കാൻ, അങ്ങനെ ഉണ്ടല്ലോ, ഉപ്പൻ ആലോചിക്കാൻ നമുക്ക് ചില പല ഓർമ്മയും വേണം. എൻ്റെ തറവാട്ട് വീട്ടിൻ്റെ പിന്നാമ്പുറത്തൊരു പേരക്കമരമുണ്ട്. ആ പേരക്കമരൻ്റെ കാണുമ്പോൾ ഉള്ളിൽ ഒരുപാട് വികാരങ്ങൾ വരാണ്. കാരണം ചെറുപ്പത്തിൽ കയറി മറിഞ്ഞിരുന്നത്, അതിലിടയ്ക്ക് കുഞ്ഞുട്ടി എന്ന് പറയുന്ന മൂത്താപ്പാൻ്റെ മോൻ അവിടുന്ന് വീണ സമയത്ത് അവൻ അന്നൊരു സൈക്കിൾ വാങ്ങിയിരുന്നു. 150 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട്. 150 ഉറുപ്പ്യാണ് ഒരു ആവറേജ് സൈക്കിളിൻ്റെ വില. ചെറുപ്പത്തിലെ കഥയാണ്. അപ്പോൾ അവനെ കണ്ണിങ്ങനെ പോവാൻ. അപ്പോൾ എന്നോട് പറയാണ്, വാപ്പോ എനിക്ക് ഇനി സൈക്കിൾ കിട്ടാൻ പറ്റൂലല്ലോ, ഇവിടെ മരിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പേരക്കമരം തന്നെ നമ്മളെ ഇന്നലകളിലേക്ക് കൊണ്ടുപോകും. ഇന്നെവിടെ നമ്മളൊന്നും നോക്കുന്നില്ലല്ലോ. ഉമ്മാമാൻ്റെ അടുത്തൊക്കെ പോവുക, ഉമ്മാമാൻ്റെ മടിയിൽ ഇപ്പോൾ ഇരിക്കണേ 3ാമത്തെ ഒരു സ്ത്രീ, കുറേ വയസ്സായിട്ടുണ്ടാവും, അപ്പുറത്തും അതിരിക്കണം, അതേപോലെ അപ്പുറത്തും അതിരിക്കണം, ഓല മടിയിലൊന്ന് തലവെച്ച് കിടക്കുക. നമ്മൾ ജില്ലാ കളക്ടർ ആണെങ്കിലും ഉമ്മാമാൻ്റെ മടി തല വെച്ചിട്ട് ഇങ്ങനെ പഴയ കഥകൾ പറയാ. അപ്പോൾ പുഴക്കരയ്ക്ക് കെട്ടിച്ചത്, ചൂട്ട് കെട്ടത്, കയ്യെ മാറിപ്പിടിച്ചത് ഒക്കെ കഥകളോല് പറയും. ഇതൊക്കെ പറയാൻ അനുവദിക്കണ്ടേ? എൻ്റെ നാട്ടിലൊരു ആമിനൂന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കോളേജിലേക്ക് നിങ്ങൾ പരിപാടിക്ക് വരണമെന്നാണ്. ആയിക്കോട്ടെ ഞാൻ വരാമെന്നാണ്. 37 വിചാരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനാണെന്നാ. ABCD കണ്ടിട്ടില്ല, സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെ വന്ന് ഞാൻ ഒരു ദിവസം ചോദിച്ചു മൈക്കുണ്ടായ അതിന് ഞാൻ വരൂല എന്നാണ്. അവിടെ കോളേജിൽ പരിപാടിയൊക്കെ വെച്ച് ആമിനൂന്ത ഗസ്റ്റ് ആവട്ടെ. കാരണം ബദർ പാട്ട് പോലെയുള്ള നല്ല രസകരമായ പാട്ടുകളൊക്കെ കാവ്യമായിട്ട് നമുക്ക് അതിനെടുക്കാമല്ലോ. ഇതൊക്കെ പാടിയിട്ട് ആളുകളെ പ്രചോദിപ്പിക്കുന്ന രാമിനത്ത് നമ്മൾ ഉമ്മാമാരുടെ അടുത്തൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതൊന്ന് കേട്ടിരുന്ന് പഴമയിലേക്ക് പോയി പരസ്പര സൗഹാർദ്ദത്തിൻ്റെ ഭൂമികയിലേക്ക് നമ്മൾ എത്തണം. കുടുംബത്തിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വലിയ വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഇടയ്ക്കൊന്നും വിരുന്നേരെ വിളിക്കാതിരിക്കല്ലേ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ ആഗ്രഹിക്കാൻ അല്ല. ഒരു വിരുന്നുകാരൻ കടന്നു വരുന്നത് യശസ്സോടെ നമ്മൾ കാണും.
ശ്വാസമ പറഞ്ഞു, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നതിൽ മുന്നേറണമെന്ന്. അവിടെ നമ്മുടെ വീട്ടിലേക്ക് ആൾക്കാർ വരട്ടെ. ഇന്ന് പല ഭർത്താക്കന്മാർക്കും പല ആൾക്കാരും പെരുകൊണ്ടാവാൻ മടിയാ. കാരണം എന്താണെന്നറിയോ? ഭാര്യയുടെ അപ്രോച്ച് ശരിയല്ല. നിങ്ങൾക്ക് കുറച്ച് ചെങ്ങായിമാരുണ്ട്, ചായ ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടാ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കുടുംബമാണ്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സിനെ ഒഴിവാക്കിക്കൊണ്ട് കുടുംബമില്ല, കുടുംബത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രണ്ട്സും ഇല്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാകും. ആ ഫ്രണ്ട്സ് അവരുടെ ഒരു വല്ലാത്ത താക്കത്താണ്. നിങ്ങളറിയോ, ഒരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് തകർന്നു പോയാൽ കുടുംബത്തിലെ ആളുകൾ ഓടിയെത്തുന്നതിനേക്കാൾ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എത്തുന്നത് അവൻ്റെ കൂട്ടുകാരായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരൊരു വല്ലാത്ത ബലമാണ്. അതുകൊണ്ട് കൂട്ടുകാരിൽ നിന്നെല്ലാം അകറ്റിയിട്ട്, ചിലപ്പോൾ കൂട്ടുകാരൊരു രാവിലെ ഒരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും. ആ ചായ കുടി എന്ന് പറയുന്ന സാധനം പോയതിൻ്റെ പേരിൽ നിങ്ങളിന്ന് ചായ കുടിക്കാൻ എങ്ങോട്ട് വയ്ക്കണം, അല്ലെ ഇടക്കൊക്കെ വരെ കൂടെ പോണ്ടേ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പെരയിൽ പിന്നെ എന്തിനുണ്ടാക്കിയതാ ചായ? ഇടക്കൊക്കെ കൂട്ടുകാരുടെ പോലെയും എന്താക്കട്ടെ, നമുക്ക് 4-5 യാത്രകളുണ്ട്. ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര നമ്മുടെ ഫാമിലിക്കൊപ്പമുള്ള യാത്രയാണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് യാത്ര ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കുള്ള യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ഓടിക്കളിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓടിക്കളിച്ചത്, എന്നിട്ട് ആയിഷ ബീവി തന്നെ ജയിച്ചത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അഥവാ പെണ്ണുങ്ങളോട് പറഞ്ഞ പെണ്ണുങ്ങൾ എന്താ പറയുക? നമ്മളോ ഓടിയേ ഈ കാലത്തോന്നൊക്കെ ചോദിക്കും. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് യാത്ര ഉണ്ട്. മക്കളൊക്കെ തൽക്കാലം ഏടത്തിൻ്റെ വരിയിലാക്കുക, എന്നിട്ട് രാവിലെ കൊണ്ട് പോവുക, എന്നിട്ട് ഊട്ടി കൂടെ കൊടൈക്കാൻ. എന്താ മക്കളില്ലാതെ ഇപ്പം നമുക്ക് പോകണ്ടേ? മക്കളുടെ കൂടെയും യാത്ര പോകണം, അതോടൊപ്പം ഭാര്യയോടൊപ്പം യാത്ര പോകണം. വിത്ത് യുവർ ഫാമിലി, വിത്ത് യുവർ സ്പോസ്, നിന്റെ ഇണയോടൊപ്പമുള്ള യാത്ര. എന്നിട്ടൊരു കുന്നിൻ്റെ മേലെ പോയിരിക്കുക, ആരുമില്ലല്ലോ. അവിടെ പോയിട്ട് നമ്മളെ നിക്കാഹ് കഴിഞ്ഞതും അങ്ങനെ കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക. അതും വേണ്ട ഇരിക്കുക. അതിലടക്കം മഴ പെയ്യും. അപ്പോൾ രസകരമായിട്ട് എന്താക്കുക, അവിടെ ഇരുന്നിട്ട് വലിയ മ്യൂസിക്കൊന്നും ഇടണമെന്നില്ല, 2 പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ കൊണ്ട് ഇറങ്ങിപ്പോരുക. അത് എന്തൊരു രസമായിരിക്കും. മലപ്പുറം ജില്ലക്കാർ തീരെ ചെയ്യാത്തൊരു പരിപാടി കപ്പിൾസ് ജേണി. അവനവൻ്റെ ഭാര്യയോടൊപ്പം മാത്രമുള്ള യാത്ര. എന്നിട്ട് ഭയങ്കര രസകരമായിട്ട് പറയും. അവൻ്റെ മക്കളായിട്ട് പോകുമ്പോൾ നമുക്ക് അതിനൊന്നും നേരം കിട്ടൂല. മക്കളായിട്ട് പോയിട്ട് കുന്നിൻ്റെ മേലെ നമ്മൾ 2 മാത്രം പോയിരിക്കും. മക്കളെ ഇതത്തപ്പം നിങ്ങളവിടെ പോയിരിക്കണം എന്നൊക്കെ ചോദിക്കും. നേരെ വെച്ചിട്ട് മക്കളെ തൽക്കാലാക്കിയിട്ട് കപ്പിൾസ് ജേണി അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് ഫ്രണ്ട്സ് ജേണി, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ യാത്ര. എനിക്കൊരുപാട് ഫ്രണ്ട്സാണ്. അവരൊക്കെ പാട് ഒഴിവാക്കിക്കൊണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ കഴിയാനും നമുക്ക് പറ്റൂല. ഫ്രണ്ട്സ് പല ഭാഗത്തു നിന്നും ഫ്രണ്ട്സ് ഉണ്ടാവും. അത് നമ്മുടെ സ്ട്രെങ്താണ്. എല്ലാ ജില്ലയിലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പല രാജ്യങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ആ ഫ്രണ്ട്സുകൾ വരട്ടെ പോകട്ടെ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാവരും കൂടി ഒന്ന് ചാടിക്കളിക്കാൻ വേണ്ടി ഒരു കുളത്തേക്ക് പോയെന്ന് വിചാരിക്കും. അവർ ഫ്രണ്ട്സൊക്കെ പാടെ രസകരമായിട്ടൊരു ആർമാദിച്ചൊരു കുളി. ആ കുളിക്കാൻ പോയി അരമണിക്കൂർ ആകുമ്പോൾ തന്നെ കൺട്രോൾമെൻറ്റ് ഹോം ഒന്ന് വിളിക്കണ മാതിരി വിളിക്കരുത്. നിങ്ങളെവിടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നറിഞ്ഞു. അതും വേണ്ടതാണ്. കാരണം ഇയാളുടെ സ്ട്രെസ് റിലീസാകാൻ ഫ്രണ്ട്സ് വേണം. നമ്മുടെ വീട്ടിലുള്ള വയസ്സായ ആൾ, എടി ഞാൻ പോയിട്ടൊന്ന് മമ്മയേക്കാളൊന്ന് പോയിട്ട് വരാം, എന്തൊക്കെയാ അവൻ്റെ വർത്താനം എന്നൊന്ന് അറിയട്ടെ എന്ന് പറയുമ്പോൾ വേഗം പറഞ്ഞേക്കണം. കാരണം ഇയാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വരുന്നതിന് കുറേ ആശ്വാസം വരും ഈ മമ്മയാക്കാൻ ഒരു വട്ടം കണ്ടാൽ. അതുകൊണ്ട് ഫ്രണ്ട്സും പ്രധാനപ്പെട്ടതാണ്. അതിലേറെ വലിയ യാത്ര സ്പിരിച്വൽ ജേണിയാണ്, ആത്മീയപരമായ യാത്രയാണ്. അതിൽ ഉംറയാകട്ടെ, ഹജ്ജാകട്ടെ, മറ്റുള്ളതാകട്ടെ, ഏറ്റവും സ്ട്രോങ് ആയിട്ട് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള യാത്രകളാണ്. ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് കുടുംബമാവുക. അതുകൊണ്ട് കുടുംബത്തിലൊരു അലൈൻമെൻ്റ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞോട്ടെ, ഇവരോട് പറയേണ്ടതല്ല, എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തും. അഥവാ ഒരു വിഷനാണ്, ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 5 കാഴ്ചപ്പാടുകൾ ചുരുങ്ങിയതുണ്ടാകണം. അത് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു പെട്ടെന്ന്. 5 കാഴ്ചപ്പാടുകൾ. 1, ഞാനും എൻ്റെ കുടുംബവും ആത്മീയപരമായി എത്രമാത്രം ഈ ലോകത്തിൽ ഉയരത്തിലെത്തുമെന്നത് ആദ്യത്തെ കാഴ്ചപ്പാടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും, എൻ്റെ മക്കളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും, എൻ്റെ ഭാര്യ എന്തൊക്കെ ചെയ്യും, എൻ്റെ ഉമ്മ ഉപ്പ ആരൊക്കെയുണ്ടോ അവർ ദീനിന് വേണ്ടി എന്തൊക്കെ സംഭാവനകൾ ചെയ്യുമെന്ന്. അങ്ങനെയായിരിക്കണം ആദ്യത്തെ നമ്മുടെ വിഷൻ. ആ വിഷൻ്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് നമ്മൾ സമ്പത്തുണ്ടായി ബിസിനസ്സൊക്കെ ഉണ്ടായാൽ ഇൻഷാ അല്ലാഹ് 2 പള്ളി കയറ്റുമെന്ന് മക്കളോട് പറയണം. അഥവാ ഞാനില്ലെങ്കിൽ മക്കളെ നിങ്ങൾ കയറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാക്കണം. ചില ആൾക്കാർ അതിൽ മേലേക്ക് പോകും, ഒരു ദീനി സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറയും. ചില ആൾക്കാർ പറയും നമുക്ക് ഇന്ന സ്ഥലത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്ന് പറയും. മക്കളെ വെച്ചിട്ട് ദീനീപരമായ ഒരു ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പോഴാണ് മക്കൾക്കും അതിലൂടെ ജൈത്രയാത്ര ഉണ്ടാവുക. ഞാൻ അങ്ങനത്തെ മക്കളെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് എൻ്റെ ഉപ്പാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമ്പോൾ ഉമ്മയും മകനും പൊട്ടിക്കരഞ്ഞ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം വാപ്പയുടെ ഒരു സ്വപ്നം കാലങ്ങൾക്ക് ശേഷം മകനിലൂടെ നടപ്പാക്കുകയായിരുന്നു.
7 കോടി രൂപ ചെലവാക്കി മകൻ സ്വന്തമായി നാട്ടിലൊരു സ്ഥാപനം പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങുമ്പോൾ ആ മകനെന്ന് പൊട്ടിക്കരഞ്ഞത് പിതാവിൻ്റെ പഴയ കാലത്തെ വസിയത്ത് നടപ്പിലാക്കി എന്നതാണ്. അതുകൊണ്ട് ആത്മീയപരമായി നമ്മുടെ കുട്ടികൾക്ക് നമുക്കെല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാകണം, ഒരു കാഴ്ചപ്പാടുണ്ടാകണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ, നമ്മൾ ബിസിനസ്സോ ഏർപ്പാട് എന്തൊക്കെ ഉണ്ടായാലും അതിൽ നിന്നൊരു സംഭവം മിച്ചം വെച്ചിട്ട് നമ്മൾ കുറച്ച് വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് സെൻറ്റർ തുടങ്ങണം. അങ്ങനെ മക്കളെ വെച്ചിട്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ സമൂഹത്തിലെ പലരെയും കൂട്ടിയിട്ട് അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷനാണ്. മൂന്നാമത്തെ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി വിഷനാണ്. എൻ്റെ അഞ്ചൻ്റെ മക്കളെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ, എൻ്റെ പെങ്ങളുടെ മക്കളെ, നമ്മളെ സ്വന്തം മക്കളെ മാത്രമല്ല എല്ലാവരെയും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. അല്ലാതെ എൻ്റെ മൂത്ത മോൻ അവിടെ, എൻ്റെ ഇളയ മോൻ ഇവിടെ, അങ്ങനെയല്ല. എന്നിട്ടോ നമ്മുടെ എല്ലാ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെയും, കൂട്ടുകാരും കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്, അവരുടെയൊക്കെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ചിന്താധാര നമുക്കുണ്ടായാൽ നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു നമുക്ക് ബർക്കത്തിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരും. കാരണം മനസ്സിലുണ്ട് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തുണ്ടെന്നറിയോ, ഈ സംഭാവന ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെയും ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് അവർക്ക് ഇങ്ങനെ പടച്ചം കൊടുക്കണമെന്നറിയോ, അവർക്ക് ആ മനസ്സ് ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന വ്യക്തികളൊന്നും പറയല്ല, ചിലർക്ക് ഉണ്ടായാലും ആരെ ഇഷ്ടിച്ച് ഇങ്ങനെ കിടക്കും. ചിലപ്പാരുണ്ടാവും, ഇവിടെ ഉണ്ടാവില്ല കേട്ടോ, മടത്തിപ്പാറ ഉണ്ടാവില്ല, ഒരു 2 ഏക്കർ പറമ്പൊക്കെ ഉണ്ടാവും. പക്ഷേ മോൻക്ക് ഇതുവരെ 20 സെൻറ്റ് പേരേറ്റാൻ കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഇങ്ങനെ അടുക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കലാണ്. എന്നിട്ട് മൂപ്പര് മരിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ കാര്യം? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കള്, സമൂഹം, ഇതെല്ലാം കുടുംബത്തെ ഒക്കെ ഉയർത്തലാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷൻ നമ്മുടെ ആരോഗ്യപരമായ വിഷനാണ്. അഥവാ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ കാക്കണം, ആ ഒരു രീതിയിൽ നമ്മൾ വിഷൻ കോൺസെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്തുമ്പോൾ സമൂഹത്തെ നിങ്ങൾ എടുക്കുമ്പോൾ മടത്തിൽപ്പാറ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ കുടുംബത്തിലെ ഏതോ പാവങ്ങളായ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. ഞാൻ നിർത്തുന്ന ഏതോ പാവങ്ങളായ ആൾക്കാർ, ആ പാവങ്ങളായ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടുന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകും പെരയില്ലാതെ ഭയങ്കര ഇടങ്ങറായിട്ട് ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ പദ്ധതിയിലുണ്ടാകും. ഞാൻ ഈ കുടുംബ സംഗമത്തിലെ അമരക്കാരോട് പറയുന്നു, ഇന്നും ചിലപ്പോൾ അത് നടക്കാം. ഇനി നടക്കുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത്ര വിപുലമായിട്ടല്ലെങ്കിലും ഒരു കുടുംബ സംഗമം കൂട്ടുമ്പോൾ അവിടെ നിങ്ങളൊരു 4-5 വീടിൻ്റെ താക്കോൽദാനമായിരിക്കണം നടത്തേണ്ടത്. ആളുകളെ ഷാളണിയിക്കുക എന്നതൊരു 500 രൂപയുടെ 1000 രൂപയുടെ ഒരു പരിപാടിയാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കളക്റ്റീവാക്കണം. അത് പറയുമ്പോൾ സംഘടനാപരമായ ചിന്തയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നടപ്പിലാക്കുന്ന കാര്യം പറയാം. എല്ലാ വർഷത്തിലും നമ്മൾ സക്കാത്തിൻ്റെ ഫണ്ട് എന്ത് ചെയ്യും? പൈസക്കാരായ ആൾക്കാർ കുടുംബത്തിലുണ്ടാവുമല്ലോ, അവിടെ ഇത് കണക്കാക്കില്ല, അവരെടുത്ത് നിന്ന് വാങ്ങിക്കും. അതിൻ്റെ വിഹിതം വെച്ചിട്ട് നമ്മൾ വീട് വെച്ച് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക്. അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ സദക്കയായിട്ട് സ്വീകരിച്ചിട്ട് ചെയ്യാം. ഇനി കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, അതിനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അതിന് സ്കോളർഷിപ്പ് നിങ്ങൾക്കില്ല എങ്കിൽ അസീം പ്രേംജി സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാം. വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യൻ വ്യാപാരിയായിട്ടുള്ള അസീം പ്രേംജി. അപ്പോൾ അസീം പ്രേംജി ഫൗണ്ടേഷൻ എന്താണ് നിങ്ങൾ അറിയണം. അതിൻ്റെ എക്സാമിനേഷൻ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട, അസീം പ്രേംജി കൊടുത്തോളും. 2.25 ലക്ഷം കോടിയിൽ നിന്ന് 1.25 ലക്ഷം കോടി രൂപ 1.25 ലക്ഷം കോടി രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച മനുഷ്യൻ്റെ പേരാണ് ഈ പറയുന്നത്. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം കോടി 10 ലക്ഷം കോടി ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കുമെന്നാണ്. അപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷനിലേക്ക് എങ്ങനെ കയറാം? അത് നമ്മുടെ കുടുംബത്തിലെ സൗഹൃദപരമായി നല്ല ഇൻ്റലക്ച്വലായ ആൾക്കാർ അതിന് അന്വേഷിച്ച് കണ്ടെത്തണം. ബിൽ ഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷനിലേക്ക് കയറി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏതൊക്കെ സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് അദ്ദേഹം 10 ലക്ഷം കോടിയാണ് കൊടുക്കാൻ പോകുന്നത്. PM ഫൗണ്ടേഷൻ, നമ്മുടെ നാട്ടിലെ PM ഫൗണ്ടേഷൻ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സിവിൽ സർവീസ് മുതൽ എല്ലാം ചെയ്യാം. അതിന് കുടുംബക്കാരൊന്ന് കൂടണം. കുടുംബക്കാർ മൊത്തത്തിൽ PM ഫൗണ്ടേഷൻ്റെ എക്സാമിനേഷൻ എഴുതിപ്പിക്കണം, അസീം പ്രേംജി ഫൗണ്ടേഷൻ എഴുതിപ്പിക്കണം. ഇങ്ങനെ എഴുതിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഒരുപാട് ഉയർത്തിക്കൊണ്ടുപോകാൻ പറ്റും. പോരാ, എല്ലാ വർഷത്തിലും നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് എപ്പോഴാണ് നടത്തുന്നത് നിങ്ങൾ നോക്കണം. എന്നിട്ട് ഇവിടെ വിദ്യാഭ്യാസ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്കാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് നമ്മുടെ മക്കളെ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നിട്ട് ഫ്രീ ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മുടെ കുട്ടികളെ പഠിക്കട്ടെ. ഇതേപോലെ IIT പോലെയുള്ള സ്ഥലത്തേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ, JEE പോലെയുള്ള സാധനങ്ങൾ എഴുതിപ്പിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് കിട്ടുന്ന സെൻറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ എക്സാമിനേഷൻ എഴുതിപ്പിക്കണം. എന്ന് വെച്ചാൽ മടത്തിപ്പാറ എന്ന് പറയുന്ന ഈ കുടുംബം ഭാവിയിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഇവിടെ ആദരം ഏറ്റുവാങ്ങേണ്ടത്
പ്രായമായതിൻ്റെ പേരിൽ മാത്രമാകരുത്. കേവലം ഏതെങ്കിലും ഒരു അധ്യാപകനായതിൻ്റെ പേരിൽ, അതൊക്കെ നല്ല കാര്യം തന്നെ. ഭാവിയിൽ ഇവിടെ IITians കയറി വരട്ടെ, ഇവിടെ JEE എഴുതിയിട്ട് IITയിൽ കഴിഞ്ഞിട്ട് കയറിയുള്ളവർ വരട്ടെ, നീറ്റ് എഴുതിയിട്ട് എയിംസിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ ഇവിടെ കയറി വരട്ടെ. ഇതേപോലെ തന്നെ നിങ്ങളിപ്പോൾ മുൻ SI ആണല്ലോ ഇവിടെ ഉള്ളത്, സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നമ്മുടെ സദസ്സിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങട്ടെ. സാമൂഹ്യ ലീഡേഴ്സ് എന്ന് പറയുന്നവർ ഏറ്റുവാങ്ങട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ പ്രഭാഷകരും പ്രബന്ധ രചയിതാക്കളും ഏതെങ്കിലും പ്രസ് മീഡിയകളുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങട്ടെ. കേരള പൊളിറ്റിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയി ഇടപെടുന്ന ആളുകൾ ഇവിടെ നിന്ന് ആദരം വാങ്ങട്ടെ. മടത്തിപ്പാറ എന്ന് പറയുന്ന കുടുംബം യശസ്സിന്റെ ലോകത്തിലേക്ക് ഉയരാൻ ആ റുട്ടീനും ആ ഒരു സൗഹാർദ്ദവും പരസ്പര ഐക്യവും അങ്ങോട്ടിങ്ങോട്ടും കുഴപ്പമില്ലാത്ത ജീവിതവും ഉണ്ടാകട്ടെ. ദയവ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങളെ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ പിണങ്ങാതിരിക്കട്ടെ. ഞാൻ എൻ്റെ സംസാരിച്ച് പോകും, പക്ഷേ എൻ്റെ സംസാരം നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോർത്തു വെക്ക്, അഥവാ കുടുംബത്തിൽ ഇന്നും വില്ലൻ പരസ്പരം വാശിയാണ്, അങ്ങോട്ടിങ്ങോട്ടുള്ള ഈഗോയിസമാണ്. ഈഗോ എന്നത് നിങ്ങൾ തകർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഒരു ജ്യേഷ്ഠൻ അപ്പുറത്തുണ്ടാവും, ഒരനുജ അപ്പുറത്തുണ്ടാവും, പരസ്പരം ഭയങ്കര മത്സരം ഇന്നും നടക്കാറുണ്ട്. ആ നടത്തത്തിനെ ഒന്ന് ഒഴിവാക്കുക. ഒരു ഇളയച്ചി ഉണ്ടാവും, ഒരു മൂത്തച്ചി ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കാന്ന് എനിക്കറിയാം. ജ്യേഷ്ഠൻ്റെ ഭാര്യ അനുജൻ്റെ ഭാര്യയും ഇന്നും ഈ സംഗമത്തിന് വന്നിട്ട് 2 വണ്ടി വിളിച്ചിട്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് പരസ്പരം സ്നേഹത്തിൻ്റെ രൂപത്തിലേക്ക് കടക്കുക. അതിമനോഹരമായി നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ഭാവിയിൽ എവിടെയോ കിടക്കുന്ന നമ്മൾ ഉയർത്തി നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്ന് നാളെ മഹ്ശറ വൻസഭയുടെ ഒരു സഭ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ പറയട്ടെ, ഇദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ടാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ അധ്വാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയത് എന്ന് നാളെ മഹ്ശറ വൻസഭയിൽ വെച്ചിട്ട് ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കട്ടെ. അതായിരിക്കണം നമ്മുടെ അന്തിമവിധി. വിരൽ ചൂണ്ടുന്നവർ ചൂണ്ടുമ്പോൾ പോസിറ്റീവായിട്ട് വിരൽ ചൂണ്ടണം. ആ മനുഷ്യനാണ് ഞങ്ങളെ ഇങ്ങനെ ആക്കിയത് എന്ന സന്തോഷത്തോടെ നാളെ സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബം എത്തണം. അത് നമ്മുടെ കുടുംബത്തിന് സ്നേഹത്തോടെ കൊണ്ടു നടക്കുക, ചാരത്ത് ചേർക്കുക, പഴമക്കാരെ ആദരിക്കുക. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ആദ്യം ചെയ്യേണ്ട പണി ഉമ്മാക്കും അമ്മായിമക്കൊക്കെ പോയിട്ട് ഓരോ ഉമ്മാൻ്റെ കൊടുക്കുക. എന്നിട്ട് മക്കൾ ഉഷാറായിട്ട് പോകണമെന്ന് പറയുക. വെല്ലിമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെല്ലിമ്മാൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. പുതിയ കുട്ടികൾ ഈ ടെക്നോളജിയിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി നല്ല രീതിയിൽ പഠിത്തത്തിലേക്ക് പോവുക. ടെക്നോളജി നിങ്ങളെ വല്ലാണ്ട് വഷളാക്കുന്നു മക്കളെ. അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഒന്ന് പാർക്കിങ്സ് എന്ന് പറയുന്ന അസുഖം, മറ്റ് കൈവിറക്കുന്ന അസുഖം, മറ്റൊന്ന് നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിന്നിട്ട് സ്പൊണ്ടലൈറ്റിസിൻ്റെ വേറെ പ്രശ്നങ്ങൾ, വേറൊരു ഭാഗത്ത് ഡ്രൈനസ് എന്ന് പറയുന്ന കണ്ണ് വരണ്ടു പോകുന്ന അസുഖം, മറ്റൊന്ന് ബാലൻസ് തെറ്റുന്ന അസുഖം. ഒരുപാട് മാസ് അസുഖങ്ങൾ ഭാവിയിൽ വരാൻ പോവാൻ മക്കളുടെ ഇങ്ങനെയുള്ള. പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് വേറെ, അഥവാ ഉറക്കത്തിൽ പോലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അതേപോലെ തന്നെ ഉമ്മയെ ആക്രമിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ വളഞ്ഞുകൊണ്ട് തോണ്ടുന്ന മക്കൾ, ഇങ്ങനെ നല്ല മക്കൾ പോലും വികൃത രൂപത്തിലേക്കാകുന്നത് മാറ്റണമെങ്കിൽ നമ്മുടെ കുടുംബത്തെ കാഴ്ചപ്പാടോടെ കൊണ്ടുപോവുക, ദീനിയാക്കുക, സ്നേഹനിധിയാക്കുക. അതോടൊപ്പം കാലത്തെ വായിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുക. കാലഘട്ടം ഒരുപാട് കഴിഞ്ഞാലും മടത്തിൽ പാറ ഇനിയും ഒരുപാട് കൂടട്ടെ. അന്നൊക്കെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ. അവരെല്ലാവരും ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരസ്പര സ്നേഹത്തിൻ്റെ ഈ മടത്തിപ്പാറ കുടുംബ സംഗമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.